നെജ്റാനിൽ നിന്ന് വന്ന സംഘം ആളുകൾ ഇടയ്ക്കിടെ സംസാര മധ്യേ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞങ്ങൾക്കും അള്ളാനെ ഇഷ്ടം തന്നെയാണ്, ഞങ്ങൾക്കും അള്ളാനെ ഇഷ്ടം തന്നെയാണ്. നഹ്നു അഹിബ്ബാഉല്ലാഹി, ഞങ്ങൾ അള്ളാന്റെ ഇഷ്ടക്കാരനെയാണ് മുഹമ്മദേ, ഞങ്ങൾ അള്ളാന്റെ ഇഷ്ടക്കാരാണ് മുഹമ്മദേ. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ഖുൽ, എന്നാൽ അവരോടൊന്ന് പറഞ്ഞേക്ക്, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾക്ക് അള്ളാനെ ഇഷ്ടമാണെങ്കിൽ ഫത്തബിഊനി, ഇപ്പൊ അള്ളാന്റെ ആള് ഞാനാണ്, എന്നെ പിൻപറ്റി, നിങ്ങൾ എന്നെ പിൻപറ്റി. അള്ളാഹുവിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾ ഉണ്ടാവും, ഒരു ജനതയിൽ, ചിലപ്പോൾ ലോകത്ത് തന്നെയും. പഴയ കാലത്ത് ഓരോ ജനതയിൽ ഓരോ ആളുകളായിരുന്നു. പിന്നീട് AD 7-ാം നൂറ്റാണ്ടോട് കൂടി ലോകത്തിന് തന്നെയും ഒരാളെ അള്ളാഹു തആല ആക്കി കൊടുത്തു, അതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇന്ന് അത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു നാട്ടില് നിങ്ങൾക്ക് ഒരു രാജ്യത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തോട്, ആ രാജ്യത്തിന്റെ അംബാസഡർ ഉണ്ടാവും അവിടെ. ആ അംബാസഡറോട് ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ആ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നടക്കൂല. നിങ്ങൾ അമേരിക്കയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമേരിക്കൻ ഹൈക്കമ്മീഷണർ ഉണ്ടാവും അവിടെ എംബസിയിൽ, അയാളെ കാണണം. അയാളല്ലാതെ അമേരിക്കയിലുള്ള ഒരു ഇടപാട് നടക്കൂല. നിങ്ങൾക്ക് ബ്രിട്ടനെ ഇഷ്ടമുണ്ടെങ്കിൽ ബ്രിട്ടൻ എംബസിയിൽ ബ്രിട്ടൻ ഹൈക്കമ്മീഷണർ ഉണ്ടാവും, അയാളോട് ബന്ധപ്പെടണം. ആ രാജ്യത്തിന്റെ വാതിൽ ഇയാളാണ്, ഇയാളോട് ബന്ധപ്പെട്ടല്ലാതല്ലാതെ ആ രാജ്യത്തുമായി ഇടപാടാൻ കഴിയില്ല. എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹ് ഇഷ്ടമാണെങ്കിൽ അള്ളാന്റെ ഹൈക്കമ്മീഷണർ ഉണ്ട് അവിടെ, അതാരാണ്? മുഹമ്മദ്. ഞങ്ങൾ വരി, അതിനൊരു പോവില്ല, പിന്നെ എങ്ങനെ ബന്ധം ഉണ്ടാവുക? ഇത് വളരെ ലളിതമായ ഒരു സംഗതിയാണ്. അള്ളാഹു തആലക്ക് ഇവിടെ ഒരു ഹൈക്കമ്മീഷണർ ഉണ്ട്, അതാരാണ്? അള്ളാന്റെ അംബാസഡർ ഇവിടെ മുഹമ്മദ് നബിയാണ്. അള്ളാന്റെ എംബസിയിലെ ഹൈക്കമ്മീഷണർ മുഹമ്മദ് നബിയാണ്. അത് AD 7-ാം നൂറ്റാണ്ട് മുതൽ ഖിയാമത്ത് നാൾ വരെ അങ്ങനെയാണ്. അപ്പൊ ഈ ആളോട് ബന്ധപ്പെടാതെ അള്ളാന്റെ ഓഫീസിലെ ഒരു വർക്കും നടക്കാൻ കഴിയില്ല. അള്ളാന്റെ ആളാറുണ്ട്, എന്താ കാര്യം എന്നതുപോലെ. ഇതാണ് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലെ? അങ്ങനെ തന്നെ അതാണ് അതിന്റെ അർത്ഥം. എന്താണ്? അല്ലാഹു തആല ഒരു രാജ്യത്തോട് ബന്ധം ഒഴിവാക്കുകയാണെങ്കിൽ ആദ്യം എംബസിയിലെ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിക്കും. ഇവിടെ യുദ്ധത്തിന്റെ വക്കീലെത്തിയപ്പോ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണറെ പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് വിളിച്ചു. ഇന്ത്യ ഇസ്ലാമാബാദിലുള്ള നമ്മളെ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചു. യുദ്ധത്തിന്റെ വക്കത്തെത്തിയ ഒരു ഘട്ടം വന്നപ്പോൾ നീ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച പിന്നെയും പറഞ്ഞേക്കും. ആ ആളിലൂടെ അല്ലാതെ ഒരു ബന്ധം നടക്കൂല. ആ രാജ്യത്തേക്കുള്ള ആ ഒരു ഏതൊരു മനുഷ്യന്റെ വാതിൽ ഈ ഹൈക്കമ്മീഷണറാണ്. ഇയാൾ ഒപ്പിട്ട് കൊടുത്താലല്ലാതെ ആ രാജ്യത്തേക്ക് ഒരാൾ കേറൂല. അനുമതി പത്രം ഇയാൾ ഒപ്പിട്ട് കൊടുക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ സ്വർഗരാജ്യത്തേക്കുള്ള കടലാസ് ഒപ്പിട്ട് കൊടുക്കേണ്ട ആൾ ആരാണ്? മുഹമ്മദാണ്. നാം മുഹമ്മദിനോട് പിൻപറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിങ്ങൾക്ക് ആവൂല, പിന്നെ നിങ്ങൾ അള്ളാന്റെ രാജ്യത്തോട് നിങ്ങൾക്ക് എങ്ങനെ ബന്ധം ഉണ്ടാവുക? ഇതാണ് ഇപ്പൊ പറഞ്ഞ വാക്കിന്റെ ലളിതമായ ഒരു ആശയാണ്. അള്ളാന്റെ സ്നേഹാണ്. അപ്പൊ അള്ളാന്റെ ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ബന്ധപ്പെടിയ ആളോട്. അതിനാവൂല, അതിനോലാവൂല. അപ്പൊ പിന്നെ വെറുതെ നോണ പറയാണ്. അപ്പോൾ പിന്നെ നോണ പറയാണ്. ഒരാൾക്ക് ലീഗ് ചേരണോ? ലീഗിന്റെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി ഉണ്ടാവും, ഓനെ കാണണം. പാണക്കാട്ടൊക്കെ പോയാല് പിന്നെയാണ്. പാണക്കാട്ടൊക്കെ ഒരാൾ കുത്തി അടഞ്ഞ് പാണക്കാട്ട് കയറി ചെന്നാ ഓന് ലീഗിന്റെ മെമ്പർഷിപ്പ് മുറിച്ചു കൊടുക്കൂല. ഇജ്ജ് എവിടുന്ന വരുന്നത്? എനക്കെന്താ അന്തല്ലേ? ഒരാൾക്ക് ലീഗ് ചേരണമെങ്കിൽ ആദ്യം തരണം. മുക്കത്തേരനാണെങ്കിൽ മുക്കത്തെ ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിനെ കാണണം. ഇവിടുത്തെ ലീഗിന്റെ സെക്രട്ടറി അപ്പൊ ആയിക്കോട്ടെ, എനിക്ക് ലീഗ് ചേരാൻ പോയിട്ടുണ്ട്. അപ്പൊ ഓൻ അന്വേഷിച്ചു, ഓ കുഴപ്പമില്ല, അപ്പൊ ഓനും മുറിച്ചു കൊടുക്കാം. ഇനി പാണക്കാട് കൊണ്ടേ മുറിച്ചു കൊടുക്കാം. മെമ്പർഷിപ്പിന് 5 ഉറുപ്പ്യ ഉള്ളൂ. പക്ഷെ ഇപ്പനോട് ബന്ധപ്പെടാതെ നടക്കൂല. ഒരാൾക്ക് കോൺഗ്രസ് ആകണമെങ്കിൽ നേരെ സോണിയാഗാന്ധിന്റെ അവിടേക്ക് പാഞ്ഞില്ലല്ലോ വേണ്ടത്. ഇവിടെ കോൺഗ്രസിന് ഒരാളുണ്ടാവും, ഓനായിട്ട് കാണണം. ഒരാൾക്ക് CPM ആകണമെങ്കിൽ CPMന്റെ ലോക്കൽ സെക്രട്ടറി ഉണ്ടാവും, LC അല്ലേ? പറയും മനുഷ്യന്മാരെ, അല്ലേ? അങ്ങനല്ലേ?
ആ ലോക്കൽ സെക്രട്ടറിനെ കാണണം. ആ എൽസിന്റെ ആ ആളായിട്ട് കണ്ട ആ പോകാൻ പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങൾ പിണറായിന്റെ അടുത്തൊന്നും പോണ്ട, കടലാസിന്റെ കയ്യിലുണ്ട്, പോകാൻ കമ്മ്യൂണിസ്റ്റായി. അതെ അതെ, അതാണ് അതിന്റെ വഴി. അതാണ്. അയാളായിട്ട് ഇടപെടൂല, പിന്നെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവുക? ഇയാളായിട്ട് ഇടപെടൂല, പിന്നെ എങ്ങനെ ലീഗ് ആവുക? ഇയാളെ ഇടപെടില്ല, അങ്ങനെ കോൺഗ്രസ് ആവുക? എങ്കിൽ അള്ളാഹു തആലക്ക് ഇവിടെ ഒരാളെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ആ ആളോട് ഇടപെടണം, ആ ആള് പറഞ്ഞ കേൾക്കണം. അതാണ് കുൽ നബിയെ തങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞെടുക്കാൻ എളുപ്പല്ലേ, ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ ലീഗാണ്, ഞാൻ മറ്റേതാണ്, അതുകൊണ്ട് അതിന് കൂട്ടൂലല്ലോ. ഉത്തൻ രാവിലെ പറഞ്ഞു ഞാൻ കോൺഗ്രസ് ആണ്, ഉച്ചക്ക് പറഞ്ഞു ലീഗാണ്, വൈകുന്നേരം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ആണ്, ഒക്കെ പറയാം. പക്ഷേ അതിനൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയാൻ പറ്റൂല. ലീഗാണെങ്കിൽ ലീഗിന്റെ മെമ്പർഷിപ്പ് വേണം, അത് ഇവിടുത്തെ കമ്മിറ്റി സെക്രട്ടറി വഴിയേ കിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അതിനൊരു മെമ്പർഷിപ്പ് ആണ്, അതും ഇവിടുത്തെ കമ്മ്യൂണിറ്റി സെക്രട്ടറി വഴിയേ കിട്ടുള്ളൂ. കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ തൊള്ളി തോന്നിയൊക്കെ പറഞ്ഞൂടെ ഞാൻ ലീഗാണോ എന്നാണ്, ഞാൻ കോൺഗ്രസ് ആണോ പറഞ്ഞു. അതെന്ത് വായനയുള്ളത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ AD 7-ാം നൂറ്റാണ്ട് മുതൽ ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്, മുഹമ്മദ്. ആ ആളോട് ഇടപെടണം, ആ ആളോട് നിന്റെ നയതന്ത്ര ബന്ധത്തെ നന്നാക്കണം, ആ ആളായിട്ട് ഇടപെടണം, ആ ആളെ പിൻപറ്റണം, ആ ആള് പറഞ്ഞത് സ്വീകരിക്കണം. കുൽ നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. ഒരുത്തിനെ നമുക്ക് ഇഷ്ടമുണ്ട്, ഓളെ കെട്ടിയാൽ തിരക്കടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോളെ ആപ്പാനടുത്ത് പോണ്ടേ? പറയും മനുഷ്യന്മാരെ, പറയൂ, ഓളെ ആപ്പാനടുത്ത് പോണ്ടേ? എന്നിട്ട് ഓളോട് ബാപ്പാനോട് പറയണേ, എന്ത്, നിങ്ങളെ മകൾ കുഞ്ഞാമിനെ കെട്ടണം എന്നൊരു പൂതി എനിക്കുണ്ട്, അപ്പൊ ആയിക്കോട്ടെ, എന്റെ കുഞ്ഞാമിനെ കെട്ടണമെങ്കിൽ 100 പവൻ മഹറുണ്ടാ, അല്ലെങ്കിൽ 10 പവൻ മഹറുണ്ടാ, 5 പവൻ കൊണ്ടാ, ആയിക്കോട്ടെ ഞാൻ തരാൻ തയ്യാറാണ്. ഇത്ര റുപ്യൊക്കെ തുണിയുംകുപ്പ എടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള പുതിയാപ്പിളയായിട്ട് ഇഞ്ചി വരണം, ആയിക്കോട്ടെ അതിനൊക്കെ ഞാൻ തയ്യാറാണ്. ആ പറഞ്ഞത് കേൾക്കണം. അല്ലാതെ കുഞ്ഞാമിനെ ഇഷ്ടപ്പെട്ടു എന്നാ അണ്ണിക്ക് അടിയിട്ടൂലേ ആണുങ്ങളായിന്ന്? പറയും മനുഷ്യന്മാരെ, എന്താണ് നിങ്ങളെ മേപ്പെട്ടോക്കി ഇരിക്കണത്? ആരാന്റെ മകളെ കുഞ്ഞാമിനെ എനിക്ക് ഇഷ്ടാന്ന് റോട്ടുകാർക്ക് പറഞ്ഞ തൊള്ളയിൽ പല്ല് വാക്കിണ്ടാവോ? ഇടപെടണോലോട് ഇടപെടണം, ആരും തല്ലൂല. തല്ലൂല മാത്രല്ല, കോഴി നിർത്തി പൊരിച്ചേരും. കുഞ്ഞാമിനെ കൊണ്ടായ അതിന് കട്ടുണ്ടാകുന്ന പറയാ, പള്ളർച്ച് തല്ലിട്ടും. കുഞ്ഞാമിനെ കിട്ടണമെങ്കിൽ കുഞ്ഞാമിനെ ആളെടുത്ത് ചെല്ലണം. എന്നാൽ കുഞ്ഞാമിനെയും കൊടുക്കും, കോയിറച്ചിയും കൊടുക്കും, മൂക്കിൽ പഞ്ഞച്ച മുതലും കൊടുക്കും. പറയണോ? പറയല്ലേ? പറയ. എന്താ മുണങ്ങിച്ചിരിക്കണത്? ഇതാണ് ഇതിന്റെ കൃത്യം. ഇനി മുഹമ്മദ് നബിയോട് ബന്ധപ്പെട്ട എന്താ? അള്ളാന്റെ ആളിവിടെ ആരാണ്? മുഹമ്മദ് നബിയാണ്. അള്ള ആരാ? അല്ലാഹു തആല ലാ യുദ്രിക്കുൽ അബ്സാറു ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ. ഒരു ദൃഷ്ടിക്കും അവനെ കണ്ടെത്താൻ കഴിയില്ല, ഓനെല്ലാരും കാണും. ലാ തുദ്രിക്കുൽ അബ്സാറു, ഒരു കൺദൃഷ്ടിയും അള്ളാനെ കണ്ടെത്തൂല. അപ്പൊ പിന്നെ ജന അള്ളാന്റെ ആളാകുക? അള്ളാഹ് കണ്ണോണ്ട് കാണാൻ പറ്റിയ ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട്, ആ ആളെടുത്ത് പോയി ഒപ്പിട്ട് വാങ്ങുക. മനസ്സിലായില്ല? അല്ലാഹു തആലനെ ഒരു കണ്ണിനും കാണാൻ കഴിയില്ല. ലാ തുദ്രിക്കുൽ അബ്സാറു, ഒരു കൺദൃഷ്ടിയും അള്ളാനെ കണ്ടെത്തുകയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാനെ ഒരാൾക്ക് ഇടപെടാൻ ഒരു വഴിയുമില്ല. അപ്പൊ എന്നാ വഴിയുണ്ട്? കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഒരാളെ പറഞ്ഞിട്ടുണ്ട്, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? മുഹമ്മദ് മുസ്തഫ. ആർക്കും ആളോട്ട് ഇടപെടാം. ആളെടുത്ത് വാ, ആ ആള് പറഞ്ഞ കേക്ക്, എന്നാ ആയിക്കോട്ടെ മെമ്പർഷിപ്പ് കൊടുത്തു, ഇന്ന് മുതൽ അള്ളാന്റെ ആളായി തീരുമാനിക്കും. മറ്റാർക്കും പറഞ്ഞൂടെ അള്ളാന്റെ ആളാ, അള്ളാന്റെ ആളാ? അതിനെന്ത് മായനയുള്ളത്? അതിനെന്ത് മായനയാണുള്ളത്? മനുഷ്യന്മാരെ ചിന്തിക്ക്, വളരെ ചിന്തിക്കണം. CH ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത്
കലാപ്പുണ്ടായപ്പോ എന്ത് ചെയ്ത് ചിലവര് പള്ളിയൊക്കെ പാഞ്ഞേരി തെക്കിബീർ കെട്ടി, ഓർമ്മയില്ലേ അതൊക്കെ? അപ്പൊ CH പറഞ്ഞ പള്ളിയിലിട്ടടിച്ചാളിന്നാണ്, പള്ളിയിലിട്ടടിച്ചാളിന്നാണ്. ഞാനും കോയാന്റെ ആളുകാരൻ, ഓനെ നല്ലോണം തച്ചാളിന്നാണ്. അങ്ങനെ പറഞ്ഞാലുണ്ട്, ഞാനും കോയാന്റെ ആളാണ്. CH കോയാണ് ആഭ്യന്തരമന്ത്രി, ഓർമ്മയില്ലേ അതൊക്കെ? അക്കാലത്ത് ഞാൻ CH കോയ മുഹമ്മദ് കോയ ആഭ്യന്തരമന്ത്രിയായ സമയത്ത് കലാപുണ്ടായപ്പോൾ ഉറപ്പുണ്ടാക്കിയിട്ട് പള്ളിക്ക് പാഞ്ഞേരി തെക്കിബീർ കിട്ടുക. അപ്പൊ CH എന്ന് പറഞ്ഞ പാട്ടാള പള്ളി കയറി തല്ലാൻ പറഞ്ഞു. തെക്കിബീർ കെട്ടിയാണ് തച്ചാളി നടന്നു. ഞാൻ കോയന്റെ ആളാണെന്ന് ഒന്നുകൂടി തച്ചാളി നടന്നു. ഞാൻ കോയന്റെ ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഓന്റെ കയ്യിൽ തെളിവ് വേണം. മറ്റത് ആർക്കും പറഞ്ഞൂടെ ഞാനും കോയന്റെ ആളാണ്? എന്തിനാ ഞാനും കോയാന്റെ ആളാന്ന് അറിയണത്? തല്ലിട്ടാക്കാൻ. മനസ്സിലായില്ലേ? എന്നതുപോലെ അപ്പൊ ആരെങ്കിലും തൊള്ളോണ്ടാണ് പറയാണ് ഞാനും കോയാന്റെ ആളാണ്, അതുകൊണ്ട് കോയാന്റെ ആളാവൂല. ഞാൻ അള്ളാന്റെ ആളാണ്, അതുകൊണ്ട് അള്ളാന്റെ ആളും ആവൂല. ഞാൻ അള്ളാന്റെ ആളാണ്, എല്ലാവർക്കും പറഞ്ഞോണ്ട് ഞാൻ അള്ളാന്റെ ആളാണ്, ഞാനും അള്ളാന്റെ ആളാണ്, ഞാനും അള്ളാന്റെ ആളാണ്, ഞാനും അള്ളാന്റെ ആളാണ്. ആർക്കും പറയാലോ ഞാനും അള്ളാന്റെ ആളാണ്. ഒരുത്തൻ പറയാണ് ഞാൻ ഭഗവാന്റെ ആളാണ്. ഭഗവാൻ ആരാ? ഓൻ തന്നെയാണ് അള്ളാഹ്. ആയിക്കോട്ടെ, ഭഗവാന്റെ ആളായിക്കോട്ടെ. ഭഗവാൻ ഇവിടെ ഹൈക്കമ്മീഷണർ പറഞ്ഞയച്ചിട്ടുണ്ട്. ആര് പറയാ? ആര്? എന്തെങ്കിലും മേപ്പെട്ട് നോക്കി നിക്കണ ചങ്ങാതിമാര്, എന്ത് അന്തം വിട്ട നിങ്ങള് നടക്കണത്? നിങ്ങളിവിടെ കാര്യം മനസ്സിലാക്കി വിഡ്ഢികളായി നടക്കണ്ട. ഒരുത്തൻ ഭഗവാന്റെ ആളായതുകൊണ്ട് ഭഗവാന്റെ ആളാവില്ലോടോ വിഡ്ഢി. ഭഗവാൻ എന്ന ആളെക്കാലം വരെ ആരെയും കണ്ടിട്ടുണ്ടോ? ഭഗവാൻ ഒരാളെ പറഞ്ഞേക്കും, അല്ലാത്തൊരു ഭഗവാൻ ഉണ്ടാവൂല. ആ ആളാണെന്ന് ബാധിച്ച ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ആളെ പിടിക്കണം. ആ ആളാണ് മുഹമ്മദ്. അപ്പൊ ഇന്നൊരാൾ പറയാണ് ഞാൻ ഭഗവാന്റെ ആളാണ്, അവൻ നുണ പറയാണ്. ആരോട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ മുഹമ്മദ് നബി ഇവിടെ AD 7-ാം നൂറ്റാണ്ട് മുതൽ ദൈവത്തിന്റെ ആളാണ് എന്നത് ഒരാൾക്കും മുഹമ്മദിനല്ലാതെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ പോലെ തെളിയിക്കണല്ലോ. മുഹമ്മദിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിയിച്ചിട്ടുണ്ട്. ഇത് റബ്ബിന്റെ കലാമാന്ന് പറഞ്ഞിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അംഗീകൃതനായ പടച്ചോന്റെ ആൾ ആരാണ്? മുഹമ്മദ്. AD 7-ാം നൂറ്റാണ്ട് മുതൽ ഓരോരുത്തർ ഇപ്പൊ കുറെ ആളുകൾ പറയാം ഞാൻ ദൈവത്തിന്റെ ആളാണ്, ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. നജി വിശ്വാസിയായിക്കോ, പക്ഷെ അതുകൊണ്ട് ഇജ്ജ ആളെന്നാവൂല. വിശ്വാസിയായിട്ട് കാര്യമല്ല, ഹൈക്കമ്മീഷണറോട് ഇടപെടണം, അറ്റൻഷൻ ആയിരിക്കണം, അപ്പോഴേ തലേക്ക് കയറ്റുള്ളൂ. ഇവിടെ ഏകദൈവ വിശ്വാസി ആണ്ട ആവശ്യമല്ല കൈമാരെ. എന്ത് ഏകദൈവ വിശ്വാസി? ഇവിടെ ആദ്യം എന്താകണം? മുഹമ്മദ് എന്നൊരാളെ വിശ്വസിക്കണം. മുഹമ്മദ് 100 പഠിച്ചോണ്ടെന്നാണെങ്കിൽ 100 പഠിച്ചോനെ സ്വീകരിച്ചോ. മുഹമ്മദ് 1 പഠിച്ചോനെ പറയണുള്ളൂ, ഒന്ന് സ്വീകരിച്ചോളാം. ഇവിടെ ആളാരാണ്? മുഹമ്മദ്. പഠിച്ചോന്റെ ആളാകണമെങ്കിൽ പഠിച്ചോൻ പറഞ്ഞേച്ച ആളെ സ്വീകരിക്കണം. അയാൾ എന്താണോ പറഞ്ഞത് അയാളാണ് പഠിച്ചോന്റെ ആള്. ഏകദൈവ വിശ്വാസിക്ക് പറയുന്ന പേരല്ല മുസ്ലിം. നല്ലോണം തല കൊടുത്തിട്ട് ചിന്തിക്കണം. ഇത് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഏകദൈവ വിശ്വാസികളെ മുഴുവനും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അവരെ നമ്മൾ അംഗീകരിക്കൂല. നമ്മക്ക് ഏകദൈവ വിശ്വാസിയെ 100 ദൈവ വിശ്വാസിയും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ദൈവത്തിന്റെ ഒരാളുണ്ട്, ആ ആള് പറയുന്നു ഞാൻ ദൈവത്തിന്റെ ആളാണ്. അന്ന് അദ്ദേഹം തെളിവും കാണിച്ചിട്ടുണ്ട്. അതിനെ എതിര് മറികടക്കാൻ ഈ 14 നൂറ്റാണ്ടിനുള്ളിൽ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അയാളെ സ്വീകരിക്കലാണ് ദൈവത്തിന്റെ ആളാകാനുള്ള മാനദണ്ഡം, അല്ലാതെ ദൈവത്തെ വിശ്വസിക്കലല്ല. അല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ വിശ്വസിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോളി എന്ന് പറഞ്ഞൂടെ അള്ളാഹു തആലക്ക്? എന്തേ അള്ളാഹ് പറയുന്നേ? അതിന്റെ അർത്ഥം അള്ളാഹ് 100 ഉണ്ട് എന്നല്ല. ഞാനൊരു നേര് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ആകാശ ലോകങ്ങളൊക്കെ കണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? നിങ്ങൾക്ക് മുക്കം വരെ അറിയോ? പിന്നുണ്ടല്ലോ ആകാശം, നിങ്ങൾക്ക് മുക്കറിയോ? മുക്കത്തിന്റെ മുക്ക് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയ്. മുക്കന്മാരെ തിരി, മുക്കത്തുകാരെ തിരി, പറയ് മനുഷ്യന്മാരെ. മുക്കത്തുകാരെ പറയ, മുക്കത്തുകാരെ
നിങ്ങൾക്ക് മുക്കം മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയേ ഇല്ല. നിങ്ങൾക്ക് മുക്കം തന്നെ മുഴുവനും അറിയൂല. ഈ മുക്കത്തുകാരായ നിങ്ങള് എന്തറിയും ലോകത്ത്? നിങ്ങൾ പറയാ ദൈവം ഒന്നാണ്, ദൈവം ഒന്നായിക്കോട്ടെ. ഓനും പറഞ്ഞു ദൈവം ഒന്നാണ്, ഭാസ്കരൻ പറഞ്ഞു ദൈവം ഒന്നാണ്, ആയിക്കോട്ടെ ഓൻ ദൈവം ഒന്നായിക്കോട്ടെ. ദൈവം ഒന്നായി എന്ന് പറയുന്ന ആള് പേരല്ല മുസ്ലിം. നിങ്ങൾ ആദ്യം തലക്ക് ഇറക്കി നിൽക്കണം. ഇത് ഇവിടുത്തെ ഐക്യു ക്ലിയർ ആക്കണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ദൈവം ഒന്നാണെന്ന് പറയുന്നവന്റെ പേരല്ല മുസ്ലിം. മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞത് വാസ്തവമാക്കിയവന്റെ പേരാണ് മുസ്ലിം, അല്ലാതെ എന്തല്ല. അക്കൂട്ടത്തിൽ മുഹമ്മദ് പ്രധാനമായി എന്ത് പറഞ്ഞിട്ടുണ്ട്? ദൈവ ഏകനാണ്. അത് ദൈവ ഏകനായത് എന്നൽക്ക് ആകാശമൊക്കെ പോയി നോക്കി, അപ്പൊ ഒരു ദൈവത്തെ അല്ലാതെ കണ്ടില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് അല്ല. സത്യസന്ധനായ മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. ഈ മുഹമ്മദ് ദൈവത്തിന്റെ ആളാണ് എന്ന് സലക്ഷ്യം മുഹമ്മദ് തെളിയിച്ചു. അതിന് മറികടക്കാൻ നിനക്ക് ഇതുവരെയോട്ട് കഴിഞ്ഞിട്ടുമില്ല. മുഹമ്മദ് ദൈവം രണ്ടാന്ന് പറഞ്ഞാ ദൈവം രണ്ട് തന്നെയാണ്, നൂറാണ് പറഞ്ഞാൽ നൂറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പടച്ചോൻ ഒന്നാണ് എന്ന് പറയുന്നവന്റെ പേരല്ല മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ലോകത്തിന്റെ ഒരു അലിഫിന്റെ മൂട് വരെ അറിയാത്ത നമ്മൾ എങ്ങനെ ദൈവം ഒന്നാന്ന് തീരുമാനിക്കുക? എന്ത് പ്രശ്നമുണ്ട്? ബുദ്ധിയുടെ അപ്പുറത്താണ് പല കാര്യങ്ങളും. എനിക്ക് പടച്ച ഒന്നാണെന്ന് അറിയില്ല, നൂറാണെന്ന് അറിയില്ല, മുഹമ്മദ് നബി സത്യം എന്നറിയില്ല, ഖുർആൻ സത്യമായ ഗ്രന്ഥം എന്നറിയില്ല. അത് ഈ സത്യത്തെ മറികടക്കാൻ ഇന്ന് വരെ ലോകത്തിന് സാധിച്ചിട്ടില്ല. അതിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ദൈവം ഒന്നാന്നാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അല്ല ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ദൈവം ഒന്നാന്ന് കണ്ടെത്തിയിട്ടില്ല, എനിക്ക് അതിന് കഴിയൂല. അപ്പൊ അവിടെ മർമ്മം മുഹമ്മദാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞ് മറ്റങ്ങളോട് കൂടുങ്ങും. തലകുത്തി മറിഞ്ഞ ആസ്ട്രോണമിയുടെ തമ്പുരാക്കന്മാര് ഭൂമിയുടെ ആകെ 3% കണ്ടെത്തിയിട്ടുള്ളൂ. 97% ഞങ്ങൾ പ്രപഞ്ചം കണ്ടെത്തിയിട്ടില്ല എന്നാണ് ആസ്ട്രോണമി പറയുന്നത്. എന്നിട്ട് ഇജി എങ്ങനെ ദൈവം എല്ലാ ലോകത്തിലും ഒരു ദൈവമുള്ളൂ എന്ന് അറിയാം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആയത്തില്ലേ ഹദീസില്ലേ? ആയത്ത് കൊണ്ടുവന്ന ഇജാലല്ലേ മുഹമ്മദ് നബി അല്ലേ? ആയത്തില്ലേ ഹദീസില്ലേ എന്നുണ്ടെങ്കിൽ ആദ്യം സിലബസ് ചേരണ്ടേ? സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സിലബസ് അംഗീകരിക്കണ്ടേ? മനസ്സിലായോ പറഞ്ഞത്? ആയത്താ നിനക്ക് എന്നല്ലല്ലോ, ആയത്ത് മുഹമ്മദിന് കൊടുത്തല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ദൈവം ദാസന് കൊടുത്താണ് മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ വിവരമില്ല. നെട്ടിച്ചാടാൻ നടക്കേണ്ട കുറച്ച് ആളുകള് പഠിച്ചോനൊന്നാണ്, ഓനൊക്കെ മുസ്ലിമാണ്. എന്തട ചങ്ങാതി നോണ പറഞ്ഞിട്ട്? നിന്റെ പ്രശ്നം മുഹമ്മദാണ്. പടച്ചോൻ ഇവിടെ ഒരാളുണ്ട്, ഓരോ സന്ദർഭത്തിലും ആളുണ്ടാവും. ആ ആളാണ് പടച്ചോന്റെ ആൾ എന്ന് ഏത് കാലഘട്ടത്തിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? AD 7-ാം നൂറ്റാണ്ട് മുതൽ പടച്ചോന്റെ ആൾ ആരാണ്? മുഹമ്മദ് മുസ്തഫ എന്ന് ആ മനുഷ്യൻ തെളിയിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ മറികടക്കാൻ അന്ന് മുതൽ ഇന്ന് വരെയും അന്ത്യനാൾ വരെയും ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സർവസമ്മതനായ മഹാനാണ് ആര്? മുഹമ്മദ്. ഈ ആള് പറഞ്ഞത് ദൈവം ഒന്നാണെന്നാ, അതുകൊണ്ട് എനിക്ക് ദൈവം ഒന്നാണ്. ഈ ആള് ദൈവം രണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാവും. ഈ ആള് പറഞ്ഞ ദൈവം മൂന്നാണെങ്കിൽ എനിക്ക് മൂന്നാവും. കാരണം ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല. ലാ തുദ്രികുൽ അബ്സാർ. ഒരു കണ്ണിനും ദൈവത്തെ കാണാൻ കഴിയില്ല. കുല്ലുമാ ഖതറ ബിബാലിക ഫല്ലാഹു ലൈസ മിത്ലഹു. പറഞ്ഞല്ലേ കാര്യം പറയുമ്പോ പറഞ്ഞല്ലേ. ഇവിടെ ഇപ്പൊ ഞാൻ വർത്താനം പറയുന്നുണ്ട്, ഞാൻ കരുതിക്കുട്ടി പറയുന്നതാണ്. ആണ്ണിക്ക് തല്ലാണ് ഞാൻ ഓരോരുത്തരെയും. എനിക്കിതിൽ ഉദ്ദേശമുണ്ട്. തിരിനോണേരി എന്താ ഞാൻ ഈ പറഞ്ഞത്? ദൈവം ഒന്നാണ് എന്ന് പറയുന്നവന്റെ പേരല്ല കുട്ടി മുസ്ലിം. പ്ലാറ്റോയെ പറ്റി
പ്ലാറ്റോ ആരാണ്? പ്ലാറ്റോയെ പറ്റി മുൻജിദിലുണ്ട് കാന മുവഹിദൻ, ഏകദൈവ വിശ്വാസിയാണ്. മുസ്ലിമാവോ ഏകദൈവ വിശ്വാസി ആയതുകൊണ്ട്? മനസ്സിലായില്ലേ? പ്ലാറ്റോ എന്നൊരു ശാസ്ത്രജ്ഞൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്ലാറ്റോ ഏകദൈവ വിശ്വാസിയാ, പക്ഷെ മുസ്ലിമാന്ന് പറഞ്ഞിട്ടില്ല. ഏകദൈവ വിശ്വാസിയാ ആയിക്കോട്ടെ, ഏകദൈവ വിശ്വാസിയാ, 100 ദൈവ വിശ്വാസി ആയിക്കോട്ടെ, അതുകൊണ്ട് മുസ്ലിം ആവൂല. ആ കാലത്ത് പടച്ചോന്റെ അംബാസഡറെ അറിഞ്ഞിട്ട് അയാളെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങണം, അയാളെ ഓഫീസിൽ പോയി ഒപ്പിട്ട് കൂട്ടത്തിൽ ചേരണം, എന്നാലേ ആരാവുള്ളൂ? മുസ്ലിം ആവുള്ളൂ. മറ്റേ അംഗീകൃത വിശ്വാസത്തിന് പുറത്താണ്. ദൈവം 100 നിനക്കെന്ത്, ദൈവം 10 നിനക്കെന്ത്? ഏറ്റവും താഴെയുള്ള നക്ഷത്രം 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ്. 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഏറ്റവും താഴെയുള്ള നക്ഷത്രം. അതൊരു ചുക്കുമല്ല, അതൊരു പപ്പടാണ് നക്ഷത്രങ്ങളെ കൂട്ടത്തില്. എന്താ വിചാരിക്കണ? 40,000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള നക്ഷത്രം ആസ്ട്രോണമിയുടെ നോട്ടത്തിലുണ്ട്. 40,000 പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള നക്ഷത്രം ആസ്ട്രോണമിയുടെ നോട്ടത്തിലുണ്ട്. എന്നിട്ടും അവര് പറഞ്ഞ പ്രപഞ്ചത്തിന്റെ 3% ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. 40,000 പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയാം നിങ്ങൾക്ക്? അവിടുന്ന് ഒരു പ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ 40,000 കൊല്ലമാണ്. ആദം നബി വന്നിട്ട് 10,000 കൊല്ലമായിട്ടുള്ളൂ. അപ്പോ ആദം നബി വന്ന കാലത്ത് ഒരു രശ്മി ആ നക്ഷത്രത്തിൽ നിന്ന് ഭൂമിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഖിയാമത്ത് 30,000 കൊല്ലം കഴിഞ്ഞാൽ അത് എത്തുള്ളൂ. ഇവിടെ സത്യമാണ് ഞാൻ ഈ പറയുന്നത്, യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. ഇവിടെ അതല്ല വിഷയം. ഇവിടെ എന്താ വിഷയം? ഞാൻ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞ ഒരാള് മനുഷ്യർക്കിടയിൽ ഓരോ കാലത്തും അവതരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ ആളുകൾ ദൈവത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അവതരിക്കുമ്പോൾ അവരെ മറികടക്കാൻ ആ കാലഘട്ടത്തെ ജനങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അവരെ വാസ്തവമാക്കൽ നിർബന്ധമായിരിക്കും. ഒരാൾക്കും കഴിയില്ല. പിന്നെ സത്യസന്ധത, നീതി, ധർമ്മം, ഇങ്ങനെയുള്ള അനവധി മാനുഷിക ഉദാത്തമായ മൂല്യങ്ങൾ അവർക്കുണ്ടാവും. അവർ കളവ് പറയൂല, അവർക്ക് ഭ്രാന്ത് പിടിക്കൂല. ഒരു പ്രവാചകന് 1 സെക്കൻഡ് ഭ്രാന്ത് ഉണ്ടാവൂല. എന്തുകൊണ്ട് പറയണോ? എന്താണ് മേയിച്ചിരിക്കണ്ട? വന്നിട്ട് ഒരു പ്രവാചകന് 1 സെക്കൻഡ് ഭ്രാന്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഒരു പ്രവാചകന് 1 സെക്കൻഡ് ഭ്രാന്ത് ഉണ്ടാവില്ല? ജീവിതത്തിൽ 1000 കൊല്ലം ജീവിച്ച പ്രവാചകൻ 1 സെക്കൻഡ് ഭ്രാന്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഭ്രാന്ത് ഉണ്ടെങ്കിൽ കബൂലിയത്ത് നഷ്ടപ്പെടും. ഭ്രാന്തന് കബൂലിയത്ത് ഉണ്ടാവില്ല. അയാൾ പറഞ്ഞത് നേരാണെന്ന് തെളിവ് നഷ്ടപ്പെടും. ഒരാൾ ചൂടായി ഈ സദസ്സിൽ എണീറ്റ് ഒരാളെ ചൂടായി പൊട്ടിത്തെറിച്ച് സംസാരിച്ച് നമ്മളെല്ലാരും ഹൈറാന്യത്തിലായി പോയി. അപ്പൊ അവിടുന്ന് മാഷ് എണീറ്റ്, അല്ലെങ്കിൽ ഉസകുട്ടി മാഷ് അവിടുന്ന് എണീറ്റ്, അല്ലെങ്കിൽ അപ്പുറത്ത് അക്ബർ എണീറ്റ് മെല്ലെ വന്നാണ് പറഞ്ഞ് അയാൾക്ക് വേനൽ ചൂടായ ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഉസ്താദേ എന്നാണ്. നമ്മൾ എന്തോ ആവുമെന്ന് വിചാരിച്ചോണ്ടിരിക്കണതിനിടയിൽ ഒരു മുക്കത്തേരനായ ഒരാൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അയാൾക്ക് ഈ വേനൽ ചൂടാകുമ്പോ ഉണ്ടാവണം ഉസ്താദേ, നിങ്ങൾ ഒന്നും വിചാരിക്കണ്ടാണ്. പിന്നെ നമുക്ക് ചൂടായ നമ്മൾ അതോടുകൂടെ ചിരിക്കാൻ തുടങ്ങി. ആരാന മക്കൾക്ക് ഭ്രാന്തായ കാണാൻ ചുരുക്കുന്നല്ലാതെ എന്താ? മനസ്സിലായില്ല? അതുവരെ ഓനെ തല്ലണോ, ഓനെ കൊല്ലണോ, ഓനെ പിടിക്കണോ, ഓനെ അറസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിരുന്ന നമ്മൾ ചിരിച്ച്. കാരണം എന്തുകൊണ്ട്? ഓന്റെ വാക്കിന് പിന്നെ എന്തില്ല? സ്വീകാര്യത ഒരു കാലത്തുമില്ല. ഇനിവിടെ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ വീണ്ടോ എണീറ്റ് എന്ന് പറഞ്ഞാലും അന്നൊരു അക്ബറോ അന്നൊരു മാഷോ എണീറ്റ് പറയേണ്ട ആവശ്യമല്ല. നമ്മൾ നിന്ന് ചിരിക്കും. എന്തുകൊണ്ട്? 35 കൊല്ലം മുമ്പ് മൂപ്പർക്ക് ഇതേമാതിരി ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അന്ന് ഭ്രാന്തായിരുന്നു, അപ്പൊ ഇപ്പോഴും ഭ്രാന്തായിരിക്കും. ഒരു പ്രവാചകന് ജീവിതത്തിൽ ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. അല്ലാഹ് ആര്? ലാ തുദ്രിക്കുൽ അബ്സാർ, ഒരു കണ്ണിനോനെ കാണാൻ കഴിയില്ല. അപ്പൊ പിന്നെ അടിമക്ക് എന്ത് ബാധ്യത ഉണ്ട്? കാണാൻ കഴിയാത്ത ഒരാളെ വിശ്വസിക്കാൻ? ഇതിനാണ്ട് പറഞ്ഞത് ഇസ്ലാമിൽ ഒറ്റ കാര്യമുള്ളൂ. എന്ത്?
നബി കൊണ്ടുവന്നത് അതാത് ജനത വാസ്തവമാക്കുക. അതിൽ എന്തൊക്കെ നബി കൊണ്ടുവന്നോ ഒക്കെ വാസ്തവമാക്കുക. ചില നബിമാര് പറഞ്ഞു സ്വർണം പള്ളറച്ച് കെട്ടിക്കോളിയും, അപ്പൊ കെട്ടും. ചില പ്രവാചകന്മാർ പറഞ്ഞു ദൈവം പിന്നെ സ്വർണ്ണ ആണുങ്ങൾക്ക് പറ്റൂല, അപ്പൊ ഒഴിവാക്കും. അതെന്റെ അപ്പ അങ്ങനെ, അതെന്റെ ഇപ്പ അങ്ങനെ. അന്ന് ആ പ്രവാചകൻ വഴി ദൈവത്തിന് അറിയിക്കാൻ തോന്നിയത് അങ്ങനെയാണ്, ഇന്ന് തോന്നിയത് ഇങ്ങനെയാണ്. അതെന്താ കാരണം? അതിന് കാരണക്കേടോ ഉണ്ടാകാം. എല്ലാവർക്കും കാരണം അന്വേഷിക്കേണ്ടതില്ല, എല്ലാവർക്കും വസ്തുത അറിഞ്ഞാൽ മതി. ഒരു 10 കിലോ സ്വർണ്ണെങ്കിലും തലയിലും കയ്യുമലും കാലുമലും കൂട്ടിയിട്ടാണ് യൂസുഫ് നടക്കുക. അത് അള്ളാന്റെ മുഖറബ. ഒരു തൊരി സ്വർണ്ണട്ട ഇജ അള്ളാന്റെ ഇസ്ലാമിയത്തിന്റെ ഹറാമി ചെയ്തോനാ. അതെന്റെ ആ നബിക്ക് അങ്ങനെ പറയാനാ അള്ള പറഞ്ഞേ, ഈ നബി ഇങ്ങനെ പറയാനാ പറഞ്ഞേ. നീ ഇതിന്റെ ബുദ്ധി കണ്ടുപിടിച്ചാൽ ബുദ്ധിയോ? സ്വർണ്ണ അക്കാലത്ത് മേലെ കുത്തുന്നു, ഇക്കാലത്ത് മേലെ കുത്തുന്നു, അക്കാലത്ത് മേലെ കുത്തൂലാണ്. അന്നത്തെ സ്വർണത്തിന് മുള്ളുണ്ടായില്ല, ഇന്നത്തെ സ്വർണത്തിന് മുള്ളുണ്ട്. അങ്ങനെയോ? ദൈവത്തിന്റെ ആളെ അംഗീകരിക്കുക. അദ്ദേഹം പറഞ്ഞതൊക്കെ ഇതാണ് ദൈവത്തിന്റെ ആശയം. അദ്ദേഹം പറഞ്ഞ ദൈവം ഒന്നാണെന്നാണ്, ആദം പറഞ്ഞ ദൈവം ഒന്നാണെന്നാണ്. അപ്പൊ ആ കാലത്തെ ഞങ്ങൾക്ക് ദൈവം ഒന്നാണ്. നൂഹ് പറഞ്ഞ ദൈവം ഒന്നാണെന്നാണ്. ശീത്തും പറഞ്ഞ ദൈവം ഒന്നാണെന്നാണ്. മുഹമ്മദ് വരെയും പറഞ്ഞ ദൈവം ഒന്നാണെന്നാണ്. അതുകൊണ്ട് ദൈവം ഒന്നാണ്. എനിക്ക് മുമ്പുള്ളവര് ബുദ്ധിയുണ്ട് ദൈവം ഒന്നാണെന്ന് കണ്ടുപിടിച്ചു എന്നല്ല മുഹമ്മദ് നബി പറഞ്ഞത്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറയുന്നു. ഒന്ന് പറയും, മനുഷ്യന്മാരെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തെ? ദൈവത്തിന്റെ സന്ദേശം ആദ്യമായി സന്ദേശം കിട്ടിയ ആദം മുതൽ പറഞ്ഞത് ദൈവം ഒന്നാണെന്നാണ്. എനിക്ക് മുമ്പുള്ളവർ പറഞ്ഞതെല്ലാം ദൈവം ഒന്നാണ്, ദൈവം ഒന്നാണ്. അപ്പോൾ സന്ദേശവാഹകനെ സ്വീകരിക്കുക എന്ന ധർമ്മമല്ലാതെ മനുഷ്യർക്ക് ഇല്ല. മനുഷ്യരുടെ ബുദ്ധിയുണ്ട്, അത് കണ്ടെത്താനോട് കഴിയില്ല. എനിക്കിപ്പോ ദൈവം 1000 ആയാലും പ്രശ്നമല്ല. എനിക്ക് പ്രശ്നം മുഹമ്മദ് നബി എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ആദം നബി മുതൽ മുഹമ്മദ് നബി പറഞ്ഞത് എന്താണ്? ദൈവം ഒന്നാണ്. അപ്പോ എനിക്ക് ഒന്നാണ്. എനിക്ക് എന്റെ പരീക്ഷണശാലയിൽ ദൈവം ഒന്നാണെന്ന് തെളിയിക്കാൻ കഴിയില്ല. അതെന്റെ വിഷയമല്ല. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മനുഷ്യന്മാരെ ബുദ്ധി കൊണ്ട് കോടാനക്കോടി മനുഷ്യർ പരീക്ഷണം നടത്തിയിട്ട് ഒരു ദൈവത്തിനെ അല്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദൈവം ഒന്നാണ് എന്ന വാക്ക് ആര് പറഞ്ഞിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞ അത്തസ്ദീഖു ബിമാ ജാഅ ബിഹിൻ നബിയ്യു, നബി കൊണ്ടുവന്നതിനെ മുഴുവനും വാസ്തവമാക്കുക. അതിൽ സ്വർണം പാടില്ല മുതൽ അള്ള ഏകനാണ് എന്നത് മുതൽ കള്ള് ഹറാമാകൽ വരെ ഉണ്ട്. അതൊക്കെ ഈ വാസ്തവമാക്കുക. അതാണ് എന്ത് ഇസ്ലാം. അള്ളാഹു ഏകനാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് നബി. ആ മനുഷ്യൻ സത്യവാനാണ് എന്നതിന് 1400 കൊല്ലത്തിനിടയിൽ മറുത്ത് തെളിയിക്കാൻ മാലോകത്തിന് കഴിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല, എനിക്കതിനെ പറ്റൊന്നും അറിയൂല. എനിക്ക് എന്താ അറിയും? എനിക്ക് ഭൂമി തന്നെ അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളെ മുമ്പുള്ള ഇപ്പോഴാണ് പിന്നെ സോഷ്യൽ മീഡിയയും മറ്റും മറിച്ചും ഒക്കെ ഉണ്ടായത്. പണ്ടത്തെ ആളുകൾക്ക് എന്താ അറിയും? എന്റെ നാട്ടിൽ നിന്നാണ് ഒരാൾ നിലമ്പൂർക്ക് നാടിട്ടുപോയത്. നിലമ്പൂര് എന്ന് പറഞ്ഞാലേ ഇന്ന് രാവിലെ ഞാൻ സുബഹിന്റെ മുമ്പ് കൊടുവള്ളി ക്ലാസ്സിന് വരുമ്പോ മൂത്തേടത്ത് നിലമ്പൂർ എത്താൻ 7 മിനിറ്റാ. ആ നാട്ടിലേക്ക് നാട് വിട്ടുപോയി. എന്റെ കുട്ടിക്കാലത്ത് ഒരാൾ നിലമ്പൂരിലേക്ക് നാട് വിട്ടുപോയി. അങ്ങനെ കുടുംബക്കാര് പാഞ്ഞു വന്ന്, ഓന്റെ ബാപ്പ പണ്ട് മരിച്ചതാണ്, അമ്മമാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മാവന്മാരും ഇവനും തമ്മിൽ തല്ലായി. അതിന് ദേഷ്യം വിട്ടിട്ട് ഇപ്പൊ നാട് വിട്ട്. ഇയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നാട് വിട്ട് പോയി. അപ്പൊ ഈ ഇവരെ പെങ്ങള്, അതായത് പെങ്ങളെ മോനാണ് ഈ നാട് വിട്ട്. അപ്പൊ പെങ്ങൾ നിന്ന് കരയാൻ തുടങ്ങി, നിങ്ങൾ എന്റെ കുട്ടീനെ പറഞ്ഞയച്ചല്ലോ. അപ്പൊ പിന്നെ ഇവർക്ക് നിർക്കക്കള്ളില്ല. അപ്പൊ ഇവര് കുറച്ചുകൊണ്ട് പിന്നാലെ പാഞ്ഞ് പെങ്ങളെ കരത്തിൽ സഹിക്കാൻ വയ്യാതെ ആദ്യം അടിക്കാനും ചാടി, കത്തിയോണ്ട് വരെ ചാടിയിട്ടുണ്ട്. ഒന്നാടിട്ടോയി. പിന്നെ പെങ്ങൾ കരയണ്ടപ്പോ ഇവര് പിന്നാലെ പോയി. എടക്കര വരെ ചെന്നപ്പോൾ പിന്നെ അവർക്ക് നിർവാഹമില്ലാതെ എടക്കര എത്തി. എടക്കരക്ക് 6 കിലോമീറ്ററാണ്, നിലമ്പൂർക്ക് 14 കിലോമീറ്ററാണ്. അങ്ങനെ എടക്കര വരെ ചെന്നപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നിലമ്പൂർ ബസ്സിന് ഇങ്ങനെ ഒരു ചെറുക്കം കേറുന്ന കണ്ടിട്ടുണ്ട്.
അപ്പൊ വന്നവരൊക്കെ മടങ്ങി. നിലമ്പൂര് എന്നൊക്കെ പറഞ്ഞാ വലിയ നാടല്ലേ, നമ്മള് എവിടുക്കെന്ന് വിചാരിച്ചാ നിലമ്പൂര് തെരഞ്ഞു പോവാ. ഓമ അന്ന് വരുമ്പോ വന്നോട്ടെ തിരിച്ചു വന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്, മനുഷ്യരിൽ നിന്ന് മലക്കളിൽ നിന്ന് ചില ആളുകൾ അല്ലാഹു തആല തെരഞ്ഞെടുക്കും അവന്റെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി. ആ മെസ്സേജ് കിട്ടിയവർ പറഞ്ഞു. ആദം പറഞ്ഞു ആദം നബി അല്ലാന്ന് അക്കാലത്ത് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ശീത്ത് പറഞ്ഞു, അപ്പൊ അവർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നൂഹ് പറഞ്ഞു, എതിര് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ജനങ്ങൾക്കൊക്കെ ഇവരെ അംഗീകരിക്കൽ നിർബന്ധവും. അവരൊക്കെ എന്ത് പറഞ്ഞു? പറയാ അല്ലാഹു ഏകനാണ്. അപ്പൊ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് വിശ്വസിച്ചു, അല്ലാതെ ആകാശ ലോകങ്ങളിൽ പഠനം നടത്തിയല്ല. പഠനം നടത്തിയുള്ള പ്രശ്നമല്ല. പഠനം നടത്തിയാൽ ദൈവിക വിശ്വാസം, ശാസ്ത്രത്തിന് യാതൊരു നിൽക്കക്കള്ളിയില്ല. ശാസ്ത്ര കുഴൽ കൊണ്ട് കണ്ടുപിടിച്ചതല്ല എന്ത്, ദൈവ ഏകനാണ്. ദൈവ ഏകനാണ് എന്നതിന് മനുഷ്യരാശിയുടെ മുന്നിൽ ഒരു തെളിവില്ല. ആരെ വാക്കല്ലാതെ, അമ്പ്യാക്കളെ വാക്കല്ലാതെ. അമ്പ്യാക്കൾ ആരാ? അമ്പ്യാക്കൾ അതാത് കാലഘട്ടത്തിലെ അള്ളാന്റെ ഹൈ കമ്മീഷണർമാരാണ്. അള്ളാഹ്ക്ക് ഇവിടെ എംബസി ഉണ്ടാവും. മക്കത്തൊരു എംബസി തുറന്നു അള്ളാഹ്, ഭൂമിയിലേക്ക് ഒരു എംബസി ഇട്ടു. ഇവിടെ വാ, അള്ളാന്റെ ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ഒരു എംബസി തുടങ്ങി. എവിടെ പറയങ്ങന്മാരെ എവിടെ? പിന്നെ ആ എംബസി തൽക്കാലം എന്ത് ചെയ്ത് മദീനത്തേക്ക് മാറ്റി. മനസ്സിലായില്ല? അവിടെ ഹൈ കമ്മീഷണർ ഉണ്ടായിരുന്നു 23 കൊല്ലം. ആര്? മുഹമ്മദ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് അള്ളാന്റെ എംബസിയാണ്. അള്ളാഹ് എംബസി തുറന്നു മക്കത്ത്. കുറെ കാലം എംബസി തുറന്നു ജെറൂസലേമില്. കുറെ കാലം എംബസി തുറന്നിരുന്നു ഡമാസ്കസില്. കുറെ കാലം എംബസി തുറന്നിരുന്നു ഈ കൈറോയില്. ഇവിടെയൊക്കെ അള്ളാഹ്ക്ക് എംബസി ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അള്ളാഹ്ക്ക് ഹൈ കമ്മീഷണർമാരുണ്ടായിട്ടുണ്ട് ഓരോ കാലത്തും. അതിന്റെ ഹൈ കമ്മീഷണർമാരാണ് ഇബ്രാഹിം. പറയടാ കുട്ടി, മൂസ, ഈസ. അവരൊക്കെ ആ ഓഫീസിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഭൂമിയിൽ കൈമാറി. നാടന്മാരായ ആളുകൾക്ക് എന്തറിയും? നാടന്മാർക്ക് എന്തറിയും? എന്തറിയാനുള്ളത്? ഒന്നും അറിയില്ലല്ലോ. നാടന്മാർക്ക് എന്താ അറിയാ? ഒന്നും അറിയൂല. നാടന്മാരവസ്ഥ ഒന്നും അറിയില്ല. പണ്ട് കേരള കോൺഗ്രസ് പിളർന്നപ്പോൾ ഒരു ഫലിതണ്ട്. കാട്ടിലേക്ക് മരം വെട്ടാൻ പോയ ആള് ബേജാറായി. മനസ്സിലായില്ല? എന്താ ബേജാറായത്? ഞാൻ ഏത് ഗ്രൂപ്പിലാ വിടാന്ന് അയാൾക്ക് അറിയില്ല. നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ല? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് 2 ഗ്രൂപ്പായപ്പോൾ കോട്ടയത്ത് കാട്ടിൽ മരം വെട്ടുന്ന ഒരാൾക്ക് നാട്ടിൽ ഇറങ്ങായിട്ട് ബേജാറായി. കാരണം മൂപ്പർ ഏത് ഗ്രൂപ്പിലാ പെടാന്ന് മൂപ്പർക്ക് പറയാ അറിയില്ല. ഇതാണ് നാടന്മാര്. നാടന് അവിടുത്തെ ആള് എന്ത് പറഞ്ഞേ? അവിടുത്തെ ആൾക്ക് ജോസഫിനാണോ ബന്ധം, അപ്പോ ജോസഫ് ഗ്രൂപ്പാവും. പറ കുട്ടി. അവിടുത്തെ ആളുകളൊക്കെ മാണിയാണെങ്കിൽ മാണി ഗ്രൂപ്പാവും. അല്ലാതെ അയാൾക്ക് എന്ത്? നാടന്മാർക്ക് എന്ത്? അല്ലാഹു തആല ഭൂമിയിൽ ഒരുപാട് സ്ഥലത്ത് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ആ ഓഫീസിലൊക്കെ അതാത് കാലത്ത് ആരുണ്ടായിരുന്നു? ഹൈ കമ്മീഷണർമാര്. അതാത് കാലത്തെ പ്രവാചകന്മാരാണ് അവര്. പിന്നെ അല്ലാഹു തആല ഭൂമിയിലേക്ക് മൊത്തം ഓഫീസ് തുടങ്ങി. എവിടെ? മക്കത്ത്. പിന്നെ കുറച്ചാലം കഴിഞ്ഞ് അത് മദീനത്തേക്ക് മാറ്റി 13 കൊല്ലം കഴിഞ്ഞിട്ട്. അന്ന് ആ ഹൈ കമ്മീഷണർ ഭൂഗോളത്തിലേക്ക് മൊത്തമുള്ള ആളായിരുന്നു. അതല്ലാതെ തെളിയിക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ ആള് പറഞ്ഞു അല്ലാഹ് ഒന്നാണ്. അപ്പൊ അല്ലാഹ് ഒന്നാണ്. മുത്തുനബി എന്നെ ഒഴിഞ്ഞ പറഞ്ഞേ എന്ത്? അഫ്ളലു മാ ഖുൽതു അന, ഞാൻ പറഞ്ഞ വലിയ വാക്കിലായില്ലേ. അല്ലാതെ നിങ്ങൾ കണ്ടുപിടിച്ചല്ല, നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അപ്പൊ എന്താ ദീന്? അത്തസ്ദീഖ് ബിമാ ജാഅ മുഹമ്മദ്. അപ്പൊ നമ്മക്ക് മർമ്മം എന്താണ്? മുഹമ്മദാണ്. മുഹമ്മദിന്റെ വാതിലേക്ക് കയറിയാലേ എവിടെ എത്തുള്ളൂ. അപ്പൊ അള്ളാഹിനെ പ്രേമിക്കണ ഒരാൾ ആരെ പിൻപറ്റണം? മുഹമ്മദിനെ പിൻപറ്റണം. അല്ലാതെ ഇവിടെ അള്ളാഹ്ക്ക് ഒരാളുണ്ടാവില്ല. അല്ലെങ്കിൽ ആർക്കും പറഞ്ഞൂല ഞാൻ അള്ളാന്റെ ആളാ, ഞാൻ അള്ളാന്റെ ആളാ, ഓനെ അള്ളാന്റെ ആളാവോ. അതുകൊണ്ട്
ഇത് പുറത്ത് വന്നാൽ അള്ളാന്റെ ആളാന്ന് പറഞ്ഞവർക്കൊക്കെ പണിയാവും. ഓർക്ക് പറയാൻ കഴിയില്ല. അല്ലാത്ത കാലത്തോളം ആർക്കും പറയാം ഞാൻ അള്ളാന്റെ ആളാണ്. ഇവിടെ അള്ളാന്റെ ആളാകണമെങ്കിൽ ഒരു മുഹമ്മദ് നബിയെ അംഗീകരിക്കണം. ഞങ്ങളെ മതത്തിൽ ദൈവം ഒന്നാണ്. വലും മുസ്ലിമാണെന്ന് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കണ്ട. അള്ള ഒന്നാണ്, 100 10,000 ആണെന്ന് പറയുന്ന പോലെ പേരല്ല എന്ത് മുസ്ലിം. മുഹമ്മദ് നബി പറയുന്ന പോലെ. കാരണം മൂപ്പർക്ക് ഇവിടെ എന്തില്ല, ഒരു നാരായ കുത്തില്ല. നമ്മക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മളൊരാളുണ്ട്. ആര് നമ്മൾ പറയണില്ല. ആര് പറഞ്ഞതല്ലാതെ മുഹമ്മദ് പറഞ്ഞതല്ലാതെ. അപ്പൊ നമ്മക്ക് തോന്നിയത് പറയാൻ പറ്റൂല. നമുക്കൊരാളുണ്ട്. സന്യാസിക്ക് ഇന്നൊന്ന് പറയാം, നാളൊന്ന് പറയാം. അത് ഇന്നലത്തെ ഉപാസനയിൽ എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഇന്ന് 3 തോന്നണോ എന്ന് നാളെ ആർക്ക് പറയാ? സന്യാസിക്ക് പറയാ. എനക്ക് പറയാൻ പറ്റൂല. എനക്കൊരു ബാപ്പുണ്ട് മുഹമ്മദ്. 10 കിലോ സ്വർണം കെട്ടി നടക്കുക ഒരാള്, വലിയ മാനായ നബി. ഇന്നിപ്പം ചെറിയ ഒരു സ്വർണത്തിന്റെ മോതിരട്ട ഇസ്ലാമിന്റെ പുറത്ത്. ഏതായാലും ഹറാമാന്ന് ഉറപ്പല്ലേ? പറയും മനുഷ്യന്മാരെ. ഒരു ഗ്രാമിന്റെ സ്വർണ്ണിട്ടാൽ എന്തായി? ഹറാമായി. അന്ന് 10 കിലോ സ്വർണം ഏറ്റി അടക്ക റസൂല്, വലിയ റസൂല്. എന്നിട്ട് നിങ്ങൾ ആ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാം എന്ന് പറയാം. നിങ്ങൾക്കാകട്ടെ എന്തിനു കഴിയൂല. നാടാകെ നിങ്ങൾക്ക് മുതലുണ്ട്. പക്ഷേ ഒരു 100 വണ്ണത്തിലുള്ള മുതലം വരെ നിങ്ങൾക്ക് വിടാനോട്ട് പറ്റൂല. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ്. അത് പടച്ചോന്റെ അംബാസഡർ അന്ന് അങ്ങനെ പറഞ്ഞു, പിന്നെ അങ്ങനെ പറഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് സഹാബികൾ കൂട്ടത്തോടു കൂടെ പറഞ്ഞിട്ട് പോയിട്ടാണ് മിനിങ്ങി പാളാർച്ചാണ് കള്ളുടിച്ച്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദരീങ്ങളെ നിങ്ങളിപ്പം മജ്ലിസിനോട് ചെല്ലണ ഓലെ പറ്റിയപ്പോ പറയണത്. പാളാർച്ച കള്ളുടിച്ച് ഓലെ കൂറ്റം പറഞ്ഞാലേ പുഴുക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഓലെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓല് കള്ളും കുടിച്ചോ, അതിന് അപ്പുറം കുടിച്ചോ. എനക്കെന്താ ഓല നേതാവ് വന്നത് ഹറാമാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ കുടിച്ച് ഓല നേതാവ് പറഞ്ഞ എന്ത് പറ്റൂല, നിർത്തി. ഓൽക്ക് നേതാവ് നോക്കിയാൽ മതി. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. മജ്ലിസിനോട് ചെല്ലണേ ബദരീങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പാള നിറച്ച കള്ള കുടിച്ച് ഫുൾ ടാങ്ക് ലോഡാക്കി. കാരണം ഇന്നലെ കുറച്ച് പണിയെടുത്തല്ലേ. അപ്പൊ ഇന്ന് എന്താക്കിയാം? ബദർ യുദ്ധം കഴിഞ്ഞിട്ടേ ഈ മജ്ലിസുന്നൂറിൽ ഇന്ന് നമ്മൾ പറയണ ഈ മഹാന്മാര് പിറ്റേ ദിവസം ചെയ്ത പണി എന്താ? പാളാർച്ച് കള്ളാണ്ട് കുടിച്ച് ലോഡടക്കാൻ കുടിച്ച്. കള്ള ഒഴിച്ചു കൊടുക്കണ പെണ്ണ് പറഞ്ഞ് ഹംസ ഇജ് വലിയ ആളാന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇജ് വലിയ പോക്കിരിയാന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒറ്റ കുത്തോണ്ട് ഇജ് ഒട്ടകത്തിനെ മലർത്തൊഴിച്ചു. പൂസായിക്കല്ലേ കൂട്ടുകാരാണ്. അലിയാരെ ഒട്ടം കണ്ടായിരുന്നു കള്ളുഷാപ്പിന്റെ പുറത്ത് ഒറ്റ കുത്ത്. ഹംസയല്ലേ കുത്തുന്നത്? ദുനിയാവ് കണ്ട ആൺകുട്ടിയല്ലേ? അതടക്കണമെങ്കിൽ ഒട്ടകം കൂത്തിയാണ് മലർത്തി. ആര്? അലി റളിയല്ലാഹുവിന്റെ ഒട്ടകത്തിനെ കൂത്തി മലർത്തി ആര്? ഹംസ. ഈ ഹംസനെ പറ്റി എന്റെ മുത്തുനബി പറഞ്ഞ് ആകാശഭൂമിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു മഹാനില്ലാന്ന് പറഞ്ഞിട്ടില്ലേ? ഈ ഹംസ കള്ളുടിച്ചിട്ടല്ലേ കൊന്ന് അലിയാരെ ഒട്ടകത്തിനെ? എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹ് എന്നോട് കണ്ടിട്ടില്ല. ഓല നേതാവ് അന്നത് പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫുൾ ടാങ്ക് കുടിച്ച് പിറ്റേന്ന് ഓല നേതാവ് പറഞ്ഞു പറ്റൂല, അത് കുടിച്ചിട്ടില്ല. ഓൽക്ക് കോയലിന്റെ മുന്നിൽ ഇരിക്കണ പണിയല്ല, നേതാവ് പറഞ്ഞ അനുസരിക്കണ പണിയാ. ഇസ്ലാം പറഞ്ഞാലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊന്നാണ് പറഞ്ഞ മതമല്ല, മുഹമ്മദ് നബി പറഞ്ഞ മത, അമ്പിയാക്കൾ പറഞ്ഞ മത. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ പൊളി. കാരണം ഓരോരുത്തർക്കും ഓരോ റെഡിയായിരിക്കും. എനിക്ക് തോന്നാല്ല നിങ്ങൾക്ക് തോന്നാ, നിങ്ങൾ കണ്ടുപിടിക്കണല്ല നിങ്ങൾ കണ്ടുപിടിക്ക. അവനവന്റെ ബുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യം തീരുമാനിക്കാൻ പറഞ്ഞാൽ സിദ്ദീഖിന്റെ ബുദ്ധിയല്ല നിങ്ങളെ ബുദ്ധി. സിദ്ദീഖ് തീരുമാനിക്കണല്ല നിങ്ങൾ തീരുമാനിക്ക, നിങ്ങൾ തീരുമാനിക്കണല്ല നിങ്ങൾ തീരുമാനിക്കണല്ല ഞാൻ തീരുമാനിക്ക. അപ്പൊ നമ്മളെ ബുദ്ധിക്കല്ല ഇവിടെ മാനദണ്ഡം. ആരുടെ വാക്കിനാണ്? നേതാവ്. ഈ നേതാവ് ആരാ? ഈ നേതാവ് അള്ളാന്റെ അംബാസഡറാണ്. നേതാവ് വന്ന് പറഞ്ഞു ഞാൻ അള്ളാന്റെ അംബാസഡറാണ്. അതിനെ എതിര് തെളിയിക്കാൻ ഭൂലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല.
അപ്പൊ എന്താ ഇസ്ലാം? അത്തസ്ദീഖ് ബിമാ ജാഅ ബിഹി മുഹമ്മദുൻ. ഇനി ഓതിക്കളി ഈ ആയത്ത്, അപ്പോഴേ അത് തിരിയുള്ളൂ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ. ഈ ആയത്ത് മനസ്സിലാക്കണം. ആലി ഇമ്രാനിലെ ഈ ആയത്ത് ദീനിന്റെ മർമാണ്. നിങ്ങൾ പഠിച്ചോ 100 10 പറയാൻ നടക്കണ്ട. അള്ളാന്റെ റസൂല് പറഞ്ഞത് അള്ളാഹു ഒന്നാണ്. അപ്പൊ അവിടെ മർമ്മ ആരാണ്? പറ, മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബി കൊണ്ടുവന്നതിനെ വാസ്തവമാക്കാൻ, അതാണ് ഇസ്ലാം. നബി കള്ളുടിക്കണ കുഴപ്പമില്ല പറഞ്ഞാൽ കള്ളുടിക്കും, കള്ളുടിക്കാൻ പാടില്ല പറഞ്ഞാൽ കുടിക്കൂല. ആരെങ്കിലും തിരിഞ്ഞെന്ന് പറഞ്ഞോ? ഈ സ്വഹാബികൾ കള്ള് കുടിക്കണത് അറിഞ്ഞിട്ട് ഒരു വാക്ക് മിണ്ടാത്ത ഈ മനുഷ്യൻ, നിങ്ങൾ ചിന്തിക്കണം കേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു എന്ത്? കള്ളുടിക്കാൻ പാടില്ല പറഞ്ഞപ്പോ ഒരു സ്വഹാബി പറഞ്ഞു ദേവസ്ഥ ഇല്ലാത്ത മനുഷ്യൻ, ഇന്നലെ വരെ ഞങ്ങൾ കള്ളുടിച്ച് നോക്കി അങ്ങനെ എന്നിട്ട് പറയാൻ മാത്രമേ പോയി നിങ്ങളെ പണി നോക്കിയെന്ന് പോലെ ഒറ്റാള് പറഞ്ഞു. മനസ്സിലായോ? ഞാനൊന്നും അങ്ങനെ പഠിച്ചോക്കട്ടെ, ഞാൻ കള്ളിന്റെ ശാസ്ത്രമൊക്കെ ഒന്ന് പഠിക്കട്ടെ. കള്ള് പറ്റ മോശാന്ന് അല്ലാന്ന് ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. കള്ള് പറ്റ മോശല്ല എന്ന് ഖുർആനിലെ കള്ളിൽ വലിയ കുറ്റവുമുണ്ട്, ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്. ഇസ്മ ഏകവചനം, മനാഫിഉ ബഹുവചനം. എന്ത് പറഞ്ഞ ഖുർആൻ എന്തേ കള്ളിനെ പറ്റി പറഞ്ഞ്? ഫീഹിമാ ഇസ്മുൻ കബീറുൻ. കള്ളിൽ ചൂതാട്ടത്തിലും കള്ളിലുമുണ്ട് ഇസ്മുൻ കബീറുൻ, വലിയ കുറ്റമുണ്ട്. വമനാഫിഉ ലിന്നാസ്, മനുഷ്യർക്ക് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്. ഒരു ഉപകാരമല്ല, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. മനാഫിഉ ഒരു കുറ്റത്തിനെ ഒന്നാക്കി, ഉപകാരം ഒരുപാടാക്കി. ഫീഹിമ, കള്ളിലും ചൂതാട്ടത്തിലും ഉണ്ട് ഇസ്മുൻ കബീറുൻ, വലിയ കുറ്റമുണ്ട്. വമനാഫിഉ ലിന്നാസി, വമനാഫിഉ ലിന്നാസി, മനുഷ്യന്മാർക്ക്. എന്താ ഞാൻ മൂത്തേർത്തുനിന്ന് കൊണ്ടുവന്ന ആയത്തല്ല, ഇവരിത് നടാണ കേക്ക് പോലെയാണല്ലോ, എന്നെ കണ്ണൊട്ടിക്കാണല്ലോ. ഇനി ഫീഹിമ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഉപകാരത്തെക്കാൾ വലിയ ഉപദ്രവമുണ്ട്. എന്നാലും അതിന് എന്തുണ്ട്? ഉപകാരം ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എന്താണ് നിങ്ങൾ മേപ്പെട്ട് നോക്കണത്? നമ്മൾ അതിന്റെ ഉപകാര ഉപദ്രവത്തിന്റെ അടിസ്ഥാനത്തിലല്ല കുടിക്കാത്തത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ്? അവിടെയാണ് അതിന് വർത്താനം. ഇന്നൊരാൾക്ക് പറയാൻ അധികാരമുണ്ടോ? പഠിച്ചോനെ ജെറ്റ് വർത്താനം ഈ പറഞ്ഞത്, ജെറ്റ് പറഞ്ഞില്ലേ ഉപകാരം ഉണ്ട്, പിന്നെ ഞങ്ങൾ കുടിക്കണീന് എന്താണെന്ന് ഒരാൾക്ക് പറയാൻ അധികാരമുണ്ടോ? ഇല്ല. നിർത്തണില്ലേ നിങ്ങൾ? ഈ മനുഷ്യന്റെ വായിലൂടെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിർത്തണം. പിന്നെ അവിടെ ഉപകാരം ഉണ്ട് എന്ന വാക്കിന് ഒരു കാര്യമില്ല. മനസ്സിലായില്ല? ഉപകാരം ഉണ്ട് ഈ മനുഷ്യന്റെ വായു കൊണ്ട് തന്നെ പറഞ്ഞേ. കള്ളിൽ എന്തുണ്ട്? പറ. ഉപകാരല്ല, ഉപകാരങ്ങൾ. കള്ളിൽ എന്തുണ്ട്? പറ. എന്തുണ്ട്? ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, ഉപകാരങ്ങളുണ്ട്. പക്ഷേ അതേ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ നിർത്തണില്ലേ? പിന്നെ ആരും നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ കുറച്ചൊക്കെ ഉപകാരമുണ്ട്, കുറച്ചൊക്കെ കുടിച്ചൂടെ എന്ന് ഒരാൾ ചോദിച്ചില്ല. കാരണം അവരെ ദീൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്താണോ പറഞ്ഞത് അതാണ് ദീന്. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അപ്പൊ ആലോചിക്കട്ടെ കാപ്പറാവും. കള്ള് കുടിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്? കള്ളു കുടിച്ചിട്ടുണ്ട്. ആ മഹാന്മാരായ ബദരീങ്ങളെ കാണും പേരേക്കുമ്പോൾ നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലണം. കാരണം എന്തുകൊണ്ട്? അവരെ നേതാവ് അവരോടത് വിലക്കിയിട്ടില്ല. അന്തും സുക്കാറാന്ന് ആയത്ത് വരണ്ടല്ലോ, നിസ്കരിക്കാൻ വരുമ്പോ കള്ളുടിക്കരുത്. ആദ്യകാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ നബിയുടെ തൊള്ളോണ്ട് തന്നെ ആയത്ത് ഖുർആനിൽ വന്നു. റസൂൽ അവർക്ക് ഈ ആയത്ത് വായുകൊണ്ട് പറഞ്ഞു കൊടുത്തു. എന്ത്? ലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ, നിങ്ങൾ നിസ്കരിക്കാൻ നേരത്ത്
കള്ളുടിക്കരുത്, ബാക്കിയുള്ള ഫുള്ള് ലോഡാക്കിക്കോളി, പ്രശ്നമില്ല എന്നല്ല എന്റെ വായന. ഏഷ നിസ്കാരം കഴിഞ്ഞിട്ട് കുടിച്ചാൽ സുബൈന്റെ മുമ്പ് ഹാങ് ഓവർ തീരുമല്ലോ. അപ്പൊ ചില സ്വഹാബികൾ എന്ത് ചെയ്യും, ഏഷ സ്കെച്ചിട്ട് കുടിക്കും, സുബൈക്ക് ഫുള്ള് സുബൈക്കൊന്ന് കുളിച്ചെന്നോ ഒക്കെ റായത്തായി. ഇമാമാര റസൂലുള്ള മാമൂമിങ്ങളാര സ്വഹാബികള് ഇന്നലെ എന്തേ പണി, കള്ളുടിക്ക. അതായത് ഇഷ് കുടിച്ചാൽ എന്താവും? ബുഖാരിയുടെ ഹദീസ്, ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചു. അലിയാരുടെ ഒട്ടകത്തെ ഹംസ റളിയല്ലാഹു അൻഹു കുത്തി മലർത്തി കൊന്നു. അതിനുപോലെ കുറ്റം പറയാൻ ഒരു പാടില്ല. അവര് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം അവര് കള്ളിന്റെ പരീക്ഷണം നോക്കുന്ന ആളുകളല്ല. നേതാവ് പറഞ്ഞത് ചെയ്യും. നേതാവ് കള്ളുടിക്കാൻ പറഞ്ഞാൽ കള്ളുടിക്കും, കള്ളുടിക്കണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കൂല. അവർക്ക് അള്ളേറ്റ് ഈ ബന്ധം ആര് വഴിയാണ് പറയും? നേതാവ് വഴിയാണ്. ഡയറക്റ്റ് ബന്ധമല്ല. ഡയറക്റ്റ് ബന്ധപ്പ തുടങ്ങിയതാ ഇസ്ലാമെന്ന് പുറത്തു പോണ കാലത്ത്. ഇപ്പൊ എല്ലാവർക്കും ഡയറക്റ്റ് അള്ളായിട്ട് ബന്ധം. ഞാൻ അള്ളാന്റെ ആളാണ്. ഇപ്പൊ നബിന്റെ ആളില്ല, ഒക്കെ അള്ളാന്റെ ആളാണ്. സ്വഹാബികൾ അള്ളാന്റെ ആളല്ല, നബിന്റെ ആളായിട്ട് അള്ളാന്റെ ആളാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ അതന്നെ, ഇപ്പൊ ഒക്കെ വലിയതാണല്ലേ. ഇങ്ങനെ ബന്ധപ്പെടാനല്ല എല്ലാവർക്കും ബോധി. ഡയറക്റ്റ് ബന്ധാണ്. ഇസ്ലാമിൽ ഡയറക്റ്റ് ബന്ധം തന്നെ ഉണ്ടാവൂല. ആര് വഴിയല്ലാതെ, റസൂലുള്ള വഴിയല്ലാതെ ബന്ധം ഉണ്ടാവൂല. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാന്റെ ആളാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറിപ്പിന് പറഞ്ഞൂടെ? ഖാദിയാനികൾ കാഫിറാണ് എന്ന് വിധി പറഞ്ഞു. അപ്പോൾ ആലിമീങ്ങൾ ചില ആളുകളെ ശംസുൽ മഈഖ അബൂബക്കർ മുസ്ലിയാർ അടക്കം കോടതി ചോദ്യം ചെയ്ത്, മഞ്ചേരി കോടതിയില് ചോദ്യം ചെയ്ത കൂട്ടത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മതത്തിൽ മുസ്ലിം ആവൂലേ? അപ്പോ ഒന്നും മുണ്ടിയില്ല. പിന്നെ ചോദിച്ച്, അപ്പോഴും മുണ്ടിയില്ല. പിന്നെ ചോദിച്ച്, അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വക്കീലെ നിങ്ങൾ 3 വട്ടം മുസ്ലിം ആയില്ലേ? കാരണം ഈ വാക്യങ്ങൾ ഇപ്പോ 3 വട്ടം പറഞ്ഞില്ലേ? ഞങ്ങളെ മതത്തിൽ ഞങ്ങളെ പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അത് പൂർണ്ണമായി അംഗീകരിക്കലാണ് ഇസ്ലാം. അല്ലാതെ പടച്ചോ ഒന്നാന്ന് പറയല് മാത്രല്ല, പടച്ചോ ഒന്നാന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് മുസ്ലിം ആവൂല. ഇസ്ലാം ആകാനുള്ള മാനദണ്ഡം എന്താ? അതിൽ പ്രമുഖമായ വാക്കാണ് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാതെ ഞാനും നിങ്ങളും ആകാശമൊക്കെ പഠിച്ചിട്ട് അള്ളാഹ് ഏകനാന്ന് കണ്ടെത്തിയല്ല. നബി അങ്ങനെ പറഞ്ഞു. അപ്പൊ അള്ളാഹ് ഏകൻ തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഹജറുൽ അസ്വദിനെ മുത്തണം നബി പറഞ്ഞു. അപ്പൊ മുത്തും. കണ്ട കല്ല് കൈനോടൊന്നും വലിച്ചെറിഞ്ഞ മനുഷ്യൻ തന്നെ ഹജറുൽ അസ്വദ് മുത്താൻ പറഞ്ഞു. മുത്തും. എന്റെ മുത്ത ഈ മനുഷ്യൻ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയി നിന്നിട്ട് പറഞ്ഞില്ലേ എന്ത്? ഇന്നി അഅലമു അന്നക ലാ തദുറു വലാ തൻഫഉ ലൗലാ അന്നി റഅയ്തു നബിയ യുഖബ്ബിലുക മാ യുഖബ്ബിലുക. എടാ കല്ലേ, ഈ സ്വർഗ്ഗത്തുനിന്നല്ല അതിന്റെ അപ്പുറത്തുനിന്ന് കൊണ്ടെന്നാണെങ്കിൽ ഉമറിനൊരു ചുക്കൂല്ല. റസൂലുള്ളാഹ് മുത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ ആ മുത്തുൽ തന്നെ ഒരു ഉപകാരം ചെയ്യാൻ നിനക്ക് കഴിയൂല. അതല്ല ആണുങ്ങളെ വർത്താനാ. അതിനാണ് ആണ് അറിയാം. അപ്പൊ ഉമർ ഹജറുൽ അസ്വദ് മുത്തി എന്തുകൊണ്ടാ? ഹജറുൽ അസ്വദ് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടെന്നായതുകൊണ്ടല്ല. പിന്നെന്താ? മുത്തിനെ ചെയ്യുന്നത് ഉമർ കണ്ടോണ്ട്. അല്ലെ മുത്തൂല തന്നെ ഈ സ്വർഗത്തല്ല അതിന്റെ അപ്പുറത്തുകൊണ്ട് ഞാൻ മുത്തൂല. എനിക്ക് ഈ ഒരു കുന്തമല്ല. എനിക്കാരാ പ്രശ്നം? എന്താ മനസ്സിലാക്കാട്ടെ? ഹജറുൽ അസ്വദ് സ്വർഗത്തിന് ആയിക്കോട്ടെ. എനിക്ക് ഇന്നി അഅലമു അന്നക ലാ തദുറു വലാ തൻഫഉ. എനിക്കറിയാം നിനക്കൊരു ഉപകാരം ചെയ്യാനും കഴിയൂല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. ലൗലാ അന്നി റസൂലുള്ളാഹ് ലൗലാ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ യുഖബ്ബിലുക. നന്നെ മുത്തണത് മുത്തുനബി മുത്തുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മുത്തൂല ഞാൻ തന്നെ. എന്നെ മുത്ത എന്നെ കിട്ടൂല. സ്വർഗല്ല അതിന്റെ അപ്പുറത്ത് കൊണ്ടെന്നാലും ഉമറിന്റെ ഒരു ചുക്കല്ല. കുട്ടീനെ അറിയാം. അപ്പൊ ഉമറിന്റെ ഇസ്ലാം എന്താ? മുഹമ്മദ്. നല്ല പോലെ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു പുതിയ അട്ടിമറി നടക്കുകയാണ്. മനസ്സിലായോ? ഒരു അന്ധ മനുഷ്യന്മാർക്കില്ല. നീ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണോ നബി പറഞ്ഞത് അന്യ ദീന്, അതെന്യ ദീന്. അതിന്റെ അപ്പുറത്തേക്ക് ദീൻ ഉണ്ടാവില്ല.
ആരോ ഏകദൈവം ഒക്കെ പറഞ്ഞു നടന്നോട്ടെ, നമുക്ക് നിർത്താം. ആ മതക്കാർ പറഞ്ഞു ഏകദൈവമാണ് ഞങ്ങൾ ഈ വിശ്വാസം. ആയിക്കോട്ടെ പറഞ്ഞു. ഏകദൈവം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നുമില്ല. പറഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? ആരെ അംഗീകരിക്കണം? മുഹമ്മദിനെ അംഗീകരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. ഇവിടെ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കണം, അത് മെമ്പർഷിപ്പ് എടുക്കണം പറഞ്ഞത്. അതൊന്നും ഇവിടെ കണക്കില്ല. ചിന്തിക്ക്. ഇപ്പൊ ന്യൂസിലാൻഡിൽ മിനിഞ്ഞാന്ന് എന്തുണ്ടായി? ന്യൂസിലാൻഡിൽ വെടിവെപ്പുണ്ടായി. 40-ൽ ചില്ലാനം മുസ്ലിമീങ്ങൾ റുക്കോയിലും സുജൂദിലുമായിട്ട് മരിച്ചു. ഇപ്പോൾ ന്യൂസിലാൻഡിന്റെ അവസ്ഥ അറിയോ? മറ്റു മതക്കാരെല്ലാം ഈ പള്ളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എപ്പോഴും ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വൻ പിന്തുണ കൊടുക്കാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം ആവൂല. മനസ്സിലാവേണ്ട പറഞ്ഞത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധന ചെയ്ത്, പോലീസ് മേധാവി അടക്കം. അതുകൊണ്ടൊന്നും ഒരു മുസ്ലിം ആവൂല. മുസ്ലിം ആകണമെങ്കിൽ എന്താണ്? ഒരു കേളപ്പന് ഓൻ ഒരു കള്ളിന്റെ രുചി തന്നെ അറിയില്ല. മമ്മദ് പള്ളറച്ച് കുടിക്കും ചെയ്യും. എന്നാൽ കേളപ്പൻ മുസ്ലിം ആവൂല, മമ്മദ് മുസ്ലിം ആവും ചെയ്യും. എങ്ങനെയാ? കേളപ്പൻ മനസ്സിലായില്ല. ഒരു കേളപ്പുണ്ട്. ആ കേളപ്പൻ ഒരു തുള്ളി കടു കൊടുക്കൂല. മമ്മദ് രാവിലെയും ഫുൾ ടൈം കള്ളു കുടിക്കും, ഉച്ചക്കും കുടിക്കും, വൈകുന്നേരം കുടിക്കും. ഓ മുസ്ലിം ആവും. എങ്ങനെയാ? നിങ്ങൾ ഇവിടെ ഇല്ല. മമ്മദ് കരഞ്ഞോണ്ടാ കുടിക്കണത്. മമ്മനറിയാ എന്റെ നേതാവ് ഇത് ഹറാമാക്കിയിട്ടുണ്ട്, എനിക്കിത് കുടിക്കാൻ പറ്റൂല. പക്ഷേ ഷഹ്വത്തൻ മനസ്സിന്റെ വികാരാണ്, ചെയ്തിട്ടില്ലെങ്കിൽ ബർക്കാണ്. കേളപ്പം കള്ളുടിക്കാത്തത് മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ടാണോ? നിങ്ങൾക്ക് തിരിഞ്ഞോ ആവോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കേളപ്പം കള്ളുടിക്കാത്തത് മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ടാണോ? പറയടോ, ആണോ? അല്ല. അത് കേളപ്പൻ അതിന്റെ വാസന അത്ര പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ശരീരത്തിന് ഹാനികരമാണ് എന്നോ കണ്ടെത്തി. ഞമ്മക്ക് കള്ളിനെ പറ്റി ഇനി അടുത്ത് വേറെ അന്തം വിട്ട ഒരു ശാസ്ത്രജ്ഞൻ വന്നു. അയാൾ പറഞ്ഞു ഈ ലോകത്ത് ഏറ്റവും ആരോഗ്യദായകമായ സംഗതി കള്ളാണ്. നമ്മൾ വിളിക്കുമോ? ശാസ്ത്രജ്ഞന് എളുപ്പമുണ്ട്. ഇപ്പോ കഴിഞ്ഞ കൊല്ലം വരെ ആരോഗ്യശാസ്ത്രം പറഞ്ഞിരുന്നത് പൂള തിന്നു പോകരുത്, ഷുഗർ കൂടുന്നാണ്. ഈ കൊല്ലം പറഞ്ഞ എന്താണെന്നറിയോ? പൂള പള്ളർച്ചെന്നോളി പൂളിന്ന് ഷുഗർ ഉണ്ടാവില്ലെന്നാണ്. ഇവർക്ക് കള്ളുടിച്ചിട്ട് ദിവസം ഓരോന്നിട്ട് പോകണം. സത്യം, ഞാൻ അന്തം വിട്ടു പോവുകയാണ്. ഇപ്പൊ പുതിയ മെഡിക്കൽ സയൻസ് എന്താ പറയണേ? പൂളേന്ന് ഷുഗർ ഉണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലം വരെ മെഡിക്കൽ സയൻസ് വന്നിരുന്ന പൂള തിന്നാൻ പാടില്ല, ഷുഗർ ഉണ്ടാവും. ഇപ്പൊ പറയാ പൂളെന്നോളി പൂളിന്ന് ഷുഗർ ഉണ്ടാവില്ല എന്നതുപോലെ ഇപ്പൊ നമ്മൾ പറയാ കള്ള് വിഷമാണ്, മദ്യം കഴിക്കരുത്. ഇനി ഒരുത്തം കുടിക്കുകയാണെങ്കിൽ തന്നെ ഇത് ശാസ്ത്രജ്ഞൻ പറഞ്ഞു നോക്കിയല്ല കുടിക്കാം. ഓന്റെ അവസ്ഥ കൊണ്ട് അവനെ കുടിച്ചാൽ പോലും അള്ളഹാനോട് പറയാം, അള്ളാഹ് എന്റെ നേതാവ് എനിക്കിത് ഹറാമാക്കിയതാണ്, അപ്പൊ കുടിക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് ഇത് കുടിക്കല്ലാതെ വയ്യ, എനിക്ക് മാപ്പാക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അവിടെയാണ് ദീന്. ദീന് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടിപ്പോകും. നമ്മളെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഡയറക്റ്റ് പടച്ചോന്റെ ആളുകള് ഒക്കെ ഡയറക്റ്റാ പറയണത്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം. ഇവിടെ മുത്ത് മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക്, മനസ്സിലാണ്ട് പറഞ്ഞത്. എല്ലാ പ്രതിഭകളെയും റസൂലുള്ള നിരോധിച്ചു. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിൽ ഉള്ള രൂപങ്ങളെ റസൂലുള്ള നിരോധിച്ചില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ വിരോധവും ഇല്ല. എന്തുകൊണ്ട്? റസൂലുള്ള കുട്ടികൾ കയ്യിൽ കളിക്കുന്ന ചില രൂപങ്ങളെ റസൂലുള്ള നിരോധിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അതേ സമയത്ത് അത് ഷോക്കേസിലൊക്കെ പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ജീവികളെ ഉണ്ടാക്കിയിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നവരെ അന്ത്യനാളിൽ പറയപ്പെടും എന്ത്?
ആ ജീവിക്ക് നീ ഹയാത്താക്ക് എന്ന് അള്ള പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് ഇത്തരം സാധനങ്ങൾ കളിക്കാൻ ഉപയോഗിക്കാം എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരെയും അഭിപ്രായം. കാരണം സഹാബിയത്തുകളായ കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അത് വാങ്ങി റസൂലുള്ള എറിഞ്ഞിട്ടില്ല. എന്നാൽ അതേ സമയത്ത് വീട്ടിലെ അലങ്കാരത്തിന് വെക്കാനോട്ട് സമ്മതിച്ചിട്ടില്ല. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തുകൊണ്ട് നബി അങ്ങനെ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണ് നമ്മളെ കാര്യം. കുട്ടികളെ ഇങ്ങനെ ചെറിയ തത്ത കിളി അതുകൊണ്ട് കളിക്കണമെന്ന് എന്തില്ല? എന്തില്ല? വിരോധമൊന്നുമില്ല. കുട്ടികളെ ലഅബുസ്ബിയാനാണ്, കുട്ടികളെ കളിപ്പാട്ടാണ്. അതിനപ്പുറത്തേക്ക് അത് പൊന്തിക്കരുത്. ആ രൂപത്തിൽ ഒരാളെ ഉണ്ടാക്കിയാൽ ഹറാമും ആവൂല. കുട്ടികൾ കളിക്കണമെങ്കിൽ ഇത് ഉണ്ടാക്കണല്ലോ. മനസ്സിലായ പറഞ്ഞത്? അല്ലാതെ കുട്ടികൾ കളിക്കാൻ പറ്റില്ലല്ലോ. ഓരോന്നിനും എന്റെ നബിയെ വിരോധിച്ചില്ല, മറ്റോ നബി വിരോധിച്ചു എന്നതുപോലെ വീട്ടിന്റെ മുകൾ ഭാഗത്തൊരു ഗോപുരം ഉണ്ടാക്കി വെച്ചപ്പോൾ ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് നബി കയറിയില്ല. എന്നാ മാളിക പോര അബൂ അയ്യൂബിന്റെ വീട്ടിലുണ്ട്, നബിക്ക് വിരോധമേ ഇല്ല. ആവശ്യമില്ലാത്തൊരു ഒരു കൂട് പോലത്തെ ഒരു ഗോപുരം ഉണ്ടാക്കി വീട്ടിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചു ഒരു സഹാബി. ആ വീട്ടിലേക്ക് നബി കയറിയില്ല. എന്തുകൊണ്ട്? അത് നബിക്ക് ഇഷ്ടമല്ല. എന്നാൽ അതിനേക്കാളും വലിയ വീട് മദീനയിലുണ്ട്, അവിടേക്ക് നബിക്ക് പ്രശ്നമല്ല. അപ്പൊ മൂന്നാം തട്ട് ഉണ്ടാക്കുന്നതിന് വിരോധമല്ല, നാലാം തട്ട് ഉണ്ടാക്കുന്നതിന് വിരോധമല്ല. ആവശ്യമില്ലാത്തൊരു ഗോപുരം കിട്ടുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടല്ല. അത് നമ്മൾ ചെയ്യൂല. എന്താണോ നബി പറഞ്ഞേ അതന്നെ നമുക്ക് ദീന്. എന്താണോ നബി കാണിച്ചേ അതാ ദീന്. അതിനപ്പുറം നമുക്കൊന്നും അറിയൂല. ഇനി എളുപ്പാണ്. അതുകൊണ്ട് ഇന്നൊരാള് ദൈവം ഒന്നാണ്, ആയിക്കോട്ടെ, ഓന് ദൈവം ഒന്നാണ്. മറ്റോ പറഞ്ഞു ദൈവം ഒന്നാണ്. ഞങ്ങള് സന്യാസിനെ വിളിച്ചു. ദൈവം ഒന്നാന്ന് പറഞ്ഞ സന്യാസിയും ദൈവം 100 പറഞ്ഞ സന്യാസിയും നമ്മളെ മറ്റൊരു വ്യത്യാസം ഉണ്ടാവില്ല. മജ്‌ലിസിന്നൂർ ശരിയാണോ? പടച്ചോനെ പറഞ്ഞു കുടുങ്ങിയല്ലോ റബ്ബേ. മജ്‌ലിസിന്നൂർ നടക്കൽ ഏറ്റവും വലിയ ശരിയാണ്. കഞ്ഞി കുടിക്കും പോലെയാണ് അന്ന് കള്ളു കുടിക്കണത്. പൊന്നാരാജ്യരെ നിങ്ങളിപ്പോ കുടുങ്ങിയോലോ പഠിച്ച തമ്പുരാനെ. ഇങ്ങനെയാണെങ്കിൽ മജ്‌ലിസിന്നൂർ നടത്തൂലെന്നാ ഇപ്പൊ നിങ്ങളെ അടുത്തുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞെന്താ, ബദരീങ്ങളെ സ്നേഹിക്കൽ നല്ല കാര്യമാണ്. ബദരീങ്ങൾ അന്ന് കള്ളുടിച്ച് നിങ്ങൾക്ക് ബേജാറാകണ്ട. നിങ്ങൾ ഇന്ന് ഉച്ചക്ക് കഞ്ഞി കുടിച്ച മാതിരിയാണ് ഓർക്ക് കള്ള്. കാലത്തിനനുസരിച്ചല്ല. അന്ന് നബി ആറാമാക്കിയില്ല. നിങ്ങൾ ഉച്ചക്ക് കഞ്ഞി കുടിച്ചില്ലേ? നിങ്ങൾ എന്തോ ഒരു സാധനം തിന്നില്ലേ? അതെന്റെ ചോദ്യം. അരി കൊണ്ടുണ്ടാക്കിയ എന്തോ നിങ്ങൾ തിന്നില്ലേ? തിന്നില്ല. അത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടാവും. അല്ല, വിളവ് നിർത്തിക്കളെ. മനസ്സിൽ നേരെ എതിര് ഞാൻ മനസ്സിലാക്കരുത്. അതായത് ബദർ യുദ്ധം കഴിഞ്ഞപ്പോഴും എന്ത് ഹറാമായിട്ടില്ല? കള്ള ഹറാമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്വഹാബികൾ കുടിച്ചു. പിറ്റേ ദിവസം കള്ള ഹറാമാക്കി. അപ്പൊ അവരെന്താക്കി? നിർത്തി. അവര് പൂർണ്ണമായി ആർക്ക് വഴിപ്പെടുന്നവരാണ്? റസൂലുള്ളാഹിക്ക്. അതല്ല, അത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന പ്രവർത്തനങ്ങളാണ്. നിങ്ങളൊന്നും കൂടി കേട്ടോളി. മൂപ്പരെ ചോദ്യം, മജ്‌ലിസുന്നൂർ അന്നത്തെ കാലത്ത് ഉണ്ടോ? ഇല്ല. മനസ്സിലായില്ല. എന്നാൽ മജ്‌ലിസുന്നൂർ നടത്തിയ തെറ്റാണോ? തെറ്റല്ല. അത് ഫഅലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. അതെന്താണ്? അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ അസ്മാവ് കൊണ്ട് തവസ്സുൽ ചെയ്ത് തെറ്റല്ല. എന്നാൽ മനസ്സിലായ പറഞ്ഞത് അതൊക്കെ ഓരോ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളാണ്. എന്നാൽ അത് ദീനിൽ അവിഭാജ്യ ഘടകമല്ല. നിസ്കാരം പോലത്തെ അമലല്ല. എന്ത്? മജ്‌ലിസുന്നൂർ നല്ല കാര്യമാണ്. അത്രേ ഉള്ളൂ. ചെയ്തോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹാന്മാരാണ്. അവരെ അസ്മാവ് കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് കഴിഞ്ഞു പോയ ഇമാമിയങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇമാമിയങ്ങൾ അംഗീകരിക്കണം എന്ന് ആര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു, ഖുർആനും പറഞ്ഞു. ഈ കുട്ടുമില്ലാത്തലമൂൻ നിങ്ങൾക്ക് അറിയാത്തവര് അറിവുള്ളവർ പറഞ്ഞോട് ചെയ്തോളൂ. ഇത് ചെയ്യുന്ന ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കാന്ന് കഴിഞ്ഞു പോയ ഒരുപാട് ഇമാമിയങ്ങൾ പറഞ്ഞു. നമ്മൾ ചെയ്യുന്നു. എന്നാ ചെയ്തിട്ടില്ലെങ്കിൽ വിരോധമൊന്നും എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. അൽഹംദുലില്ലാഹ്. അതൊന്നും ഇവിടെ വിഷയം. ഇവിടെ അതിലൊന്നും അല്ല. ഇതൊന്നും ഇവിടെ നിങ്ങൾ തലക്ക് മേധം അറിയണ്ട.
നിങ്ങൾ വിഷയം വിചാരിച്ചതൊന്നല്ല ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം എന്നാണ് ഈ ഒരു ഒതുക്കാണ്. ആർക്ക് കാണിച്ചു കൊടുക്കണ ഒതുക്കം? മുത്ത് നബിക്ക്, മുത്ത് മുഹമ്മദ് മുസ്തഫ, അവർക്കുള്ള ഒതുക്കം. അപ്പൊ ഇനി ബദരീങ്ങളോടുള്ള നമ്മളെ ഇഷ്ടം തന്നെ എന്താണ്? മുത്തുനബിക്ക് അവരെ ഇഷ്ടമാണ്, അപ്പൊ നമുക്ക് ബദരീങ്ങളെ ഇഷ്ടമാണ്. അതിലിപ്പോ എന്താ പ്രശ്നം? അത് സ്വാഭാവികമായി നമ്മൾ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ നല്ലൊരു മകനെ പറ്റി, ബാപ്പ നമ്മളമ്മ മരിച്ചിട്ട് ഒരു ബാപ്പ നമ്മളമ്മ മരിച്ചിട്ട് ഒരു പെണ്ണിനെ കെട്ടിന്ന് സങ്കല്പിക്കി. ഞങ്ങൾക്ക് തല കൊടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളെ ബാപ്പ നമ്മളമ്മ മരിച്ചിട്ട് വേറെ കല്യാണം കഴിച്ച് ഒരു ചെറുപ്പക്കാരത്തെ പെണ്ണിനെ കല്യാണം കഴിച്ച് സങ്കല്പിക്കി. പിന്നെ ചെറുപ്പക്കാരത്തി എന്ന നിലയിലും സൗന്ദര്യമുള്ള പെണ്ണ് എന്ന നിലയിലും കുറച്ചൊക്കെ മുതലുള്ള എന്ന നിലയിലൊക്കെ ബാപ്പാക്ക് ഈ സ്ത്രീയോട് ചിലപ്പോ നമ്മളമ്മാനോടുള്ളതിനേക്കാൾ ഭയങ്കര ഇഷ്ടം ഉണ്ടാകാം. ബാപ്പാക്ക് വഴിപ്പെടുന്ന നല്ല മുത്തക്കയായ മകനാണെങ്കിൽ ഈ തള്ളക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയോ ഒക്കെ ചെയ്യും. എന്തുകൊണ്ട്? ബാപ്പ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ വല്യാപ്പ, എന്റെ ബാപ്പാന്റെ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളെ വല്യപ്പ ഒരു പെണ്ണ് കെട്ടീന്. ഈ കൊല്ലം മരിച്ച്, ഈ 2019 മരിച്ച്. കാളികാവുന്ന ഒരു കല്യാണം കഴിച്ചു വല്യമ്മ. എന്റെ കുട്ടിക്കാലത്ത് വല്യമ്മ നിറഞ്ഞ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരത്തി പെണ്ണ. ഇപ്പൊ മരിച്ചു. വല്യപ്പ മരിച്ചത് 40 കൊല്ലായി. വല്യപ്പ മരിച്ചിട്ട് 40 കൊല്ലായി. ഈ കൊല്ലാണ് വല്യമ്മ മരിക്കണത്. വല്യമ്മ ചെറുപ്പക്കാരത്തി യുവതി സൗന്ദര്യമുള്ള പെണ്ണാണ്. എന്റെ കുട്ടിക്കാലത്ത് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്ക്? വല്യപ്പാക്ക്. പടച്ച തമ്പുരാനെ ആ വല്യമ്മാനെ ഈ പേരക്കുട്ടികൾ ഏറ്റി കൊണ്ടിടക്ക ഈ 40 കൊല്ലം ചെയ്ത്. നമ്മളെ അവര് പ്രസവിച്ചിട്ടില്ല. അവര് പ്രസവിച്ച ഒരൊറ്റ ഒന്നും ഞങ്ങളെ മൂത്താപ്പാര കൂട്ടത്തിലോ ബാപ്പയോ ആരുമില്ല. പക്ഷെ ഞമ്മക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ട്? വല്യപ്പാനോടുള്ള ഇഷ്ടം. മുത്തുനബിക്ക് ബദരീങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ നിനക്കും ഇഷ്ടപ്പെടണം. അതിന് ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കണം. അവൻ ബദരീ മജ്‌ലിസിനോട് ചെല്ലും. കാരണം മുത്തുനബിക്ക് അവരെ ഇഷ്ടാണ്. അതെന്തൊക്കെ മനസ്സിലാക്കാനുള്ളത്? അത്ര അതല്ല അതിന്റെ നേരമായന, അതല്ല അതിന്റെ അർത്ഥം. കെട്ടുകരയില് ഒരു മുരിങ്ങാമരുണ്ടായിരുന്നു. അവിടുന്ന് ഇടക്കിടക്ക് മുരിങ്ങൊടിച്ചിട്ട് ബാപ്പ താളിച്ച് ചോറ്റ് കൂട്ടും. ബാപ്പ മരിച്ചാൽ നമ്മൾ ഇടക്കിടക്ക് മുരിങ്ങ താളിക്കും. അതിന് തടം കെട്ടി കൊടുക്കും. അതിന്റെ കൊമ്പോട്ടി അപ്പുറത്ത് കുത്തും. അത് എന്റെ അപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മുരിങ്ങാമരം ഔലിയപ്പാപ്പ ഏറ്റുവാണോ അങ്ങനെ ആട്ടുന്നത്? നിങ്ങൾ കിതാബ് നോക്കി പഠിക്കണോ? മുരിങ്ങാമരത്തിന് മുരിങ്ങ ഒടിക്കാൻ കിതാബിൽ തെളിവുണ്ടോ? അതിനെന്താണ് കോമൺ സെൻസ് പോലെ? നമ്മുടെ ബാപ്പാക്ക് ആ മുരിങ്ങ ഭയങ്കര ഇഷ്ടേന്. അപ്പൊ നമ്മ അവിടുന്ന് ആ മുരിങ്ങാമരം ഒടിഞ്ഞ് നശിച്ചു പോകാതെ നമ്മൾ സംരക്ഷിക്കും. ബാപ്പാക്ക് അതിനോട് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമാണ്. നമ്മളെ ബാപ്പയുടെ കുട്ടി മുഹമ്മദ് നബി. മുഹമ്മദ് നബി ബാപ്പ അല്ല എന്നാണ് പറഞ്ഞ കാഫിറാവും. റൂഹിന്റെ ബാപ്പ മുഹമ്മദാണ്. അവനെ മുഅ്മിനാവുള്ളൂ. മറ്റേ ഫാസിഖാവും, അതായത് കാഫിറാവും. റൂഹിന്റെ ബാപ്പ ആരാണ്? പാറകുട്ടി. റൂഹിന്റെ ബാപ്പ ആരാണ്? മുഹമ്മദ് കുട്ടി. മൻ അത്വാനി അത്വാ അല്ലാഹ്, മൻ അത്വാനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. മനസ്സിലായില്ല? സ്വന്തം റൂഹി റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുത്തവനാണ് മുഅ്മിന്. റസൂലുള്ളാഹിക്ക് വിട്ടുകൊടുക്കുന്നതിന് മടി കാണിച്ചവൻ ആരായി? ആരായി? കാഫറായി. ഓനെ എത്ര തലകുത്തി എന്നിട്ടും കാര്യമില്ല. അപ്പൊ നമ്മളെ പ്രശ്നം ആരാണ്? റസൂലുള്ളാഹിയാണ്. നമ്മളെ ബാപ്പയാണ് ആര്? റസൂലുള്ളാഹ്. നിങ്ങൾക്കറിയോ, ഒരിക്കൽ ഫാത്തിമ ബീബി ഇങ്ങനെ കയറിയെന്നു. റസൂലുള്ളാഹി ആയിഷ ബീബിയും കൂടെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന നേരാണ്. അപ്പൊ ഫാത്തിമ ബീബി കയറിയില്ല. അപ്പോൾ ഫാത്തിമ ബീബിയോട് റസൂലുള്ളാഹി പറയാണ്, മനസ്സിലായില്ല, എനിക്ക് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. ആര് പറയാ? ഭയങ്കര സംഭവമാണത്. അതായത് റൂമിലേക്ക് കയറി വന്നു ആര്? ഫാത്തിമ ബീവി. അപ്പൊ റസൂലുള്ളാഹി ആയിഷ ബീവിയും കൂടി ഇരിക്കുന്നുണ്ട്. അവര് വലിയ സന്തോഷത്തിലിരിക്കുക. ആ നേരത്തെ ഫാത്തിമ ബീവി കയറി വന്നപ്പോ റസൂലുള്ളാഹി ഫാത്തിമ ബീവിന് പറയാണ്, യാ ബിൻതി, മോളെ, ഇന്നി ഉഹിബ്ബു ഹാദിഹി, ഈ പെണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റസൂലുള്ളാഹി ഒരു രഹസ്യം പറയും. ആരോട്? ഫാത്തിമ. പിന്നെ ഒരു സംഭവത്തിന് അതില് പിന്നെ
പെണ്ണുങ്ങൾ വളഞ്ഞു വെച്ച് ചോദിക്കും, ഫാത്തിമ എന്തായിരുന്നു രഹസ്യം? അപ്പൊ പറഞ്ഞ രഹസ്യമായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റൂല, നിങ്ങൾ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്നോട് രഹസ്യം പറഞ്ഞ് എനിക്കത് പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞ് ആ രഹസ്യം പറഞ്ഞു കൊടുക്കൂല. റസൂലുള്ള വഫാത്തായി. റസൂലുള്ള വഫാത്തായതിനു ശേഷം ഒരിക്കൽ ആയിഷ ബീവി ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ഫാത്തിമാന്റെ ചോദിക്കും, മോളെ അന്ന് റസൂലുള്ള പറഞ്ഞ രഹസ്യം എന്തായിരുന്നു? അപ്പൊ ഫാത്തിമ ബീവി ആയിഷ ബീവിന്റെ അടുത്ത് പോയി പറയണേ, ബാപ്പ മരിച്ചു, ഇനി പറയാലോ, പിന്നെ ഇങ്ങളെ ഭയങ്കര ഇഷ്ടാണ് ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തെങ്ങളോട് എനിക്കത് മറച്ചു വെക്കാൻ കഴിയില്ല, അത് ഇന്നതായിരുന്നു രഹസ്യം. ആർക്കും ഒറ്റക്ക് പറഞ്ഞു കൊടുക്കും? ആയിഷ ബീവിക്ക്. കാരണം ആയിഷ ബീവിയെ ഭയങ്കര ഇഷ്ടായിരുന്നു ആർക്ക്? റസൂലുള്ളാഹിക്ക്. അപ്പൊ ഫാത്തിമ ബീവിക്ക് ഇഷ്ടാണ്. മറ്റു ഭാര്യമാരെ കൂട്ടത്തിൽ ആയിഷ ബീവിയെ ഏറ്റവും ഇഷ്ടാണ് ആർക്ക്? ഫാത്തിമ ബീവിക്ക്. എന്തുകൊണ്ട്? റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടാരെയാണ്? ആയിഷ ബീവിയാണ്. അപ്പൊ ഫാത്തിമ ബീവിക്ക് അതാണ് ഇഷ്ടം. മുഅ്മിനു ഇഷ്ടം. ഇനി മജ്‌ലിസിനോട് എന്താ തെളിവുണ്ട്? കമ്പയർ ചെയ്യുമ്പോ ഖദീജയാണ് അഫ്ളൽ. വആയിഷത്തു ലമ്മ ദഅത് അഫ്ളലിയതൻ തഗയ്യറ വജ്ഹുൽ മുസ്തഫ. വആയിഷത്തു ഒരിക്കൽ ആയിഷ ലമ്മ ദഅത് അഫ്ളലിയതൻ, ഞാനാണ് നിങ്ങളെ ഭാര്യമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പെണ്ണ് എന്ന് വാദിച്ചപ്പോൾ തഗയ്യറ വജ്ഹുൽ മുസ്തഫ ഫജഅല വൽബാന ആസിഫ. പിന്നെ ആയിഷ ബീബി അത് പറഞ്ഞിട്ടില്ല. ആയിഷ ബീവിയും ഖദീജ ബീവിയും നോക്കിയ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഖദീജ ബീവിയാണ്. എന്നാൽ പിന്നുള്ള ഭാര്യമാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആയിഷ ബീവിയാണ്. അങ്ങനെ തന്നെ നമ്മളെ ഇഷ്ടം, നമുക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടം ഖദീജ ബീവിനോടാണ്. ഖദീജത്തുൽ കുബ്ര എന്നല്ലേ പറഞ്ഞോളൂ, ആയിഷത്തുൽ കുബ്ര എന്ന് അറിയില്ലല്ലോ. എന്തുകൊണ്ട്? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ വലിയ മാതി ആരാ? ഖദീജക്ക് മുഅ്മിനീങ്ങളുടെ പേരാണ് കുബ്ര. മനസ്സിലായില്ല? ഖദീജക്ക് ഖുബൈലിന്റെ പേരല്ല കുബ്ര. ആരിട്ട പേരാണ്? മുഅ്മിനീങ്ങൾ. നമ്മളമ്മമാരിൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മയാരാ? ഖദീജ. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാ? ഖദീജ. പിന്നിട്ടാരാ? ആയിഷ. പിന്നെ അപ്പൊ നമുക്കും അങ്ങനെ തന്നെയാണ്. അതിനൊരുപാട് കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ഖദീജ ബീവിക്ക് ഒരുപാട് കാരണമുണ്ട്, ഭയങ്കരാണ്. അതൊന്നും പറഞ്ഞാ പോരാ. ഖദീജ എന്ന വിഷയത്തിൽ ഇപ്പൊ നമ്മൾ 9 പ്രസംഗം നടത്തി കോഴിക്കോട്. ഇന്ന് 9ാമത്തെ പ്രസംഗം നടന്നു. 25 പ്രസംഗങ്ങൾ നടത്തും ചുരുങ്ങിയത്. അത് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. 34ാമത്തെ പ്രസംഗമാണ് ഇന്ന്. 9ാമത്തെ പ്രസംഗമാണ് ഖദീജത്തുൽ കുബ്ര എന്ന വിഷയത്തിൽ. 9 പ്രസംഗം നടത്തിയിട്ടുണ്ട് ഖദീജത്തുൽ കുബ്ര. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സിനിമയൊക്കെ വന്നപ്പോൾ അത് പുറത്ത് കൊണ്ടുവരാൻ നിർബന്ധമായതുകൊണ്ട് പഠനം നടത്തി ഖദീജ ബീവിയും നബി തമീമും തമ്മിൽ പ്രേമം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ പുതിയ കണ്ടെത്തൽ. അത് നമ്മൾ അള്ളാന്റെ സഹായത്താൽ അടിച്ച് പൊളിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് എണീറ്റിക്കാൻ കഴിയില്ല, ഒരിക്കലും എണീറ്റിക്കാൻ കഴിയില്ല. ചരിത്രത്തിനെ പൊട്ടിച്ചു കഴിഞ്ഞു നമ്മള്. ഇൻഷാ അല്ലാഹ് പൊട്ടിച്ചു. അണങ്ങാൻ കഴിയില്ല. ഒരു പ്രേമം ഉണ്ടായിട്ടില്ല. പ്രേമം എന്താണ്? അതൊക്കെ അള്ളാന്റെ വജ്ഹാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് 9 പ്രസംഗം നടത്തി ഖദീജ ബീവിയും നബി എന്നുള്ള വിവാഹത്തിൽ മാത്രം. 8 പ്രസംഗം. 9ാമത്തെ ഇസ്ലാമിൽ ആദ്യം വന്ന ആളാരാ? ഖദീജ. സിദ്ദീഖുൽ അക്ബർ 4ാമത്തെ ആളാ. സിദ്ദീഖുൽ അക്ബർ 4ാമത്തെ ആളാ. സിദ്ദീഖുൽ അക്ബർ ഇസ്ലാമിൽ 4ാമത്തെ ആളാ. സിദ്ദീഖുൽ അക്ബർ. 1 ഖദീജ, 2 അലി, 3 സെയ്ദ്, 4 അബൂബക്കർ. പക്ഷേ കുടുംബത്തിന്റെ പുറത്തുനിന്ന് ആദ്യം വിശ്വസിച്ചാരാണ്? അബൂബക്കർ. അതാണ് അവ്വൽ മൻ സദ്ദഖനി എന്ന വാക്കിന്റെ അർത്ഥം. ഒക്കെ ബലപ്പെട്ട 100 കണക്കിന് തെളിവ് നേരത്തെ കഴിഞ്ഞു. അനങ്ങാൻ പറ്റൂല. നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്റെ പിന്നാലെ നിൽക്കുവീൻ. നിങ്ങൾ എന്നെ ഖൗലൻ വഫിഅലൻ വഇതിഖാദൻ, ഞാൻ പറയുന്നത് പറയാ, ഞാൻ ചെയ്തത് ചെയ്യാ, ഞാൻ വിശ്വസിക്കണേ വിശ്വസിക്ക. അപ്പൊ മർമാര ഞാൻ ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ ഖൗലൻ വഫിഅലൻ വഇതിഖാദൻ, ഞാൻ പറഞ്ഞത് പറയാ. ഇത്തിബാഅ് പറഞ്ഞാലേ ഞാൻ പറഞ്ഞത് പറയാ, ഞാൻ ചെയ്തത് ചെയ്യാ, ഞാൻ അംഗീകരിക്ക. അതാണ് പറഞ്ഞർത്ഥം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പറയുവീൻ, ഞാൻ ചെയ്തത് ചെയ്യുവീൻ, ഞാൻ വിശ്വസിച്ചത് ഞാൻ വിശ്വസിക്കുന്ന അല്ലാഹ് ഏകനാണ്. അപ്പൊ നമുക്കും അല്ലാഹ് ഏകനാണ്. അപ്പൊ ഞാനാണ് മർമ്മം. ഞാനേ അല്ലാഹുവിനെ ലാ തുദ്രികുൽ അബ്സാർ, ഒരു ദൃഷ്ടിക്കും അല്ലാഹുവിനെ കണ്ടെത്താൻ. ഈ ജാതി ആജ്യമാർ ഭയങ്കര ബളവന്മാരുമായ കുറച്ച് കൊസറ കൊള്ളികളായ ആജ്യന്മാരെ കൊണ്ടിട്ടുള്ള ക്ലാസ്സാണ് മുക്കത്ത്.
അപ്പൊ ഓര് നമ്മളെ എങ്ങനെങ്കിലും പൊളിച്ചിടാൻ പറ്റുമെന്ന് നോക്കി യാസീൻ ഓതിട്ടാണ് ആജിയന്മാര് വരുന്നേ, എങ്ങനെങ്കിലും ഇയാളെ പൊട്ടിക്കാൻ കഴിയോ എന്ന്. ഇൻഷാ അല്ലാഹ് മുക്കത്തെ ക്ലാസ് 10,000-കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയായിട്ട് പറയണത് അട്ടിമറിക്കാണ്, യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ പടച്ചോനെ റബ്ബേ, ഞങ്ങൾ പറഞ്ഞോ കേട്ടോ സാലിഹായ അമലാക്കണമേ റബ്ബേ. ഞങ്ങളെ ഇൽമിനെ നാഫിയാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ നീ സാലിഹ്യങ്ങൾ പെടുത്തണമേ റബ്ബേ. ഞങ്ങളെ നീ മുത്തഖീങ്ങൾ പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾ നന്നാക്കി തരണമേ റബ്ബേ. കാര്യങ്ങളായി മനസ്സിലാക്കാൻ ഞങ്ങളെ മർമ്മം ഞങ്ങളെ നേതാവായ മുഹമ്മദ് നബിയാണ്. ആ നബി പറഞ്ഞൊക്കെ വിശ്വസിക്കുക, ആ നബി പറഞ്ഞ് ചെയ്തൊക്കെ ചെയ്യുക, ആ നബി അംഗീകരിക്കുക, ആ നബി ചെയ്തത് ചെയ്യുക, പറഞ്ഞത് പറയുക. ഇതാണ് ഞങ്ങളെ ബാധ്യത, ഇതാണ് ഞങ്ങൾക്ക് ദീന് എന്ന ബോധം ഞങ്ങൾക്ക് തരണമേ തമ്പുരാനെ. ആ നബിയെ വിട്ട് ഒരു ബുദ്ധി ഞങ്ങൾക്കില്ല. ഞങ്ങളെ ബുദ്ധി അവിടെ കൊണ്ട് കെട്ടിയിട്ടതാണ്. ഞങ്ങളെ ബുദ്ധി നബിയുടെ ഓഫീസിൽ കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് ആ ബുദ്ധി എടുത്താൽ ഞങ്ങൾ കാപ്പറായി. ഈ ബോധമാണ് ഇസ്ലാം. ആ ബോധം ഞങ്ങൾക്ക് തരണമേ റബ്ബേ. ആ നബിയെ വിട്ട് ഞങ്ങൾ ചിന്തിച്ചാൽ ഞങ്ങൾ കാപ്പറാവും. ഞങ്ങളെ നബിയാണ് പ്രശ്നം. ഈ ഒരു ബോധമാണ് ഇസ്ലാം. ഈ ബോധം ഞങ്ങൾക്ക് തരണമേ റബ്ബേ. അത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നബി പോയത്. നബി പറഞ്ഞേ പറയാ, നബി ചെയ്തത് ചെയ്യാ, നബി വിശ്വസിക്കുക. ഞങ്ങൾ നബിയെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾ അള്ളാനെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് നബിയാണ് വിഷയം. അള്ളാന്റെ കാര്യം നബിയാണ് പറയണ്ടത്, നബിയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങൾ നീ സാലിഹ്യങ്ങൾ പെടുത്തണമേ റബ്ബേ. ഞങ്ങൾ നീ മുത്തഖീങ്ങളാക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികളെ പരീക്ഷ വിജയിപ്പിക്കണമേ റബ്ബേ. എല്ലാവർക്കും നല്ല പഠനവും പരീക്ഷയും കൊടുക്കണമേ റബ്ബേ. എല്ലാവരും നല്ല വിജയം കൊടുക്കണമേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണമേ റബ്ബേ. അല്ലാഹ് ന്യൂസിലാൻഡിലെ പള്ളിയിൽ മരിച്ചു പോയ സകല മുസ്ലിമീങ്ങൾക്കും ഷഹീദിന്റെ പദവി നൽകണമേ റബ്ബേ. ഷഹീദിന്റെ പദവി നൽകണം റബ്ബേ. ഷഹീദിന്റെ പദവി നൽകണം. ഷഹീദിന്റെ പദവി നൽകണം. ഷഹീദിന്റെ പദവി നൽകണം റബ്ബേ. അല്ലാഹ് ഷഹീദിന്റെ പദവി നൽകണമേ റബ്ബേ. ഈ സംഭവം തീവ്രവാദികളും ഭീകരവാദികളും മുതലെടുക്കാൻ ഒരു കാരണമാകരുത് പടച്ചോനെ. മറ്റ് മതക്കാരുടെ പള്ളികളിലോ ആരാധനാലയങ്ങളിലോ ബോംബിടാനോ മറ്റോ തീവ്രവാദികൾക്ക് ഇതൊരു കാരണമാക്കരുതേ പടച്ചോനെ. ഇത് ഇസ്ലാമിന് വലിയ സൽപ്പേരുണ്ടാക്കിയ സംഭവമാണ്. ഇത് നശിപ്പിക്കാൻ തീവ്രവാദികളെ ജൂതന്മാര് മുതലെടുക്കും. അല്ലാഹ് ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യൂല. മുസ്ലിമീങ്ങൾ എല്ലാ ആരാധനാലയങ്ങളെയും ബഹുമാനിക്കുന്നു. ഈ ബോധം ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ നാനാഭാഗത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ഇവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജനോപകാരപ്രദമായ ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ കാരണമാക്കുകയും ചെയ്യണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന